നായന എന്തൊരു ചൂട്. ഈ വണ്ടിയിൽ എ സി ഇല്ലേ? നാളെ മുതൽ എല്ലാ വണ്ടിയും എ സി ചെയ്യണം. ബാങ്കിൽ പോയിട്ട് വരൂ. Oh, Brody, there's no waiting. Sorry for the delay. Please sit down. Hello, Mr. Vyas speaking. Hey, Mr. നിങ്ങോട് പറഞ്ഞില്ലേ ഡേറ്റ് ഇല്ല എന്ന്, പിന്നെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? What a nuisance. CNR ഫിലിംസ് കൺഫേം ചെയ്യാമെന്ന്. Oh, please one moment. നോക്കട്ടെ. മാർച്ച് 7 മുതൽ 14 വരെ ചാനൂറ്റുണ്ടല്ലോ. ഡയറക്ടറെ കാണിച്ചിട്ട് മാർച്ച് 15 മുതലാണ്. സാർ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരണം. ഏ മിസ്റ്റർ, നിങ്ങളോട് 100 തവണ പറഞ്ഞില്ലേ 86 ഡിസംബർ ഇസ് നോ ഡേറ്റ്. കോൾ ഷീറ്റ് നിൽ. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ? കൺസൾട്ട് ചെയ്യാനോ? കൃഷ്ണ ശർമ്മ ഞാൻ ആലോചിക്കട്ടെ. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സൂപ്പർ സ്റ്റാർ. എല്ലാം ദൈവനിശ്ചയം. യു ആർ കറക്റ്റ്. സാറെന്താ ഇവിടെ ഇരുന്നത്? അകത്തെ തിരക്കിനിടയിൽ ഞാനും കൂടെ വന്ന് ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി. തെക്കേ ഇന്ത്യയിൽ എല്ലാ സിനിമാക്കാരും ബഹുമാനിക്കുന്ന അങ്ങേപ്പുള്ള പ്രൊഡ്യൂസർ എനിക്ക് ശല്യാവുകയോ? സാർ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ലല്ലോ. വിളിച്ചാ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ദാസിന് തിരക്കല്ലേ? നമ്മുടെ പടത്തിന് റിലീസ് ഡേറ്റ് കൊടുത്തു. ഇനി ക്ലൈമാക്സ് ഫൈറ്റ് ബാക്കിയുണ്ട്. വാസു സാർ, സാറിന്റെ ഡേറ്റ് കൊടുത്തല്ലോ. ഇന്ന് 92. അല്ല, ഒന്ന് ഓർമ്മിപ്പിച്ചു മാത്രം. സാറിന്റെ കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പൊ ഞാൻ 9 മണിക്ക് അവിടെ എത്തിക്കോളാം. ഔട്ട്ഡോർ ആണ്, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു പോക്കാം. എനിക്ക് പോകാൻ ഇപ്പൊ കൃഷ്ണദാസിന്റെ സമയമാണ്. സിനിമയല്ലേ, ഉള്ള സമയം വെച്ച് കാച്ചിക്കോളാം. സാർ വരുന്നോ? ഇല്ല, നമ്മുടെ വയസ്സെന്താ ഇവിടെ കിടപ്പുണ്ട്. 25 വർഷത്തെ നിരന്തരമായ സേവനത്തിന് ശേഷവും അവൻ ഫസ്റ്റ് ക്ലാസ് കണ്ടീഷനില്ല. ഇവന് നാവുണ്ടായിരുന്നെങ്കിൽ ഇവൻ കോടമ്പക്കത്തെ പല കഥകളും പറയായിരുന്നു. അതൊക്കെ പഴയ കഥ. ഇപ്പൊ വയസ്സായി പോയില്ലേ. അമ്മ ഇതന്നെ വീട്. സിനിമാ നടൻ കൃഷ്ണദാസ് സാറല്ലേ പോയത്? ആമാ. എങ്ങോട്ടാ പോയത്? பெரியவங்க சமாச்சாரம் எனக்கு எப்படி தெரியும்? எங்கேயோ ஷூட்டிங்னு போயிருக்கு. அவங்க செக்ரட்டரி உள்ள இருக்கு, அவருக்கு தான் தெரியும். I am Mr. Vyas, secretary of superstar Mr. Krishna Das. It's okay? साहब, आपके मिलने के लिए एक लड़की बाहर गड़ा हुआ. ओ, हम किसी से कम नहीं. रोटी कपड़ा मकान. तुम आवाज से इधर से भरूंगा. जी जी मुंह. वाटी नष्टम वाटी. हेलो, एक्सचेंज ले. आलिस उंटू. Oh, engaged ID. Oh, no problem, no problem. Okay, 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 okay. വാസു, Oh. കൃഷ്ണേട്ടൻ സാരിപ്പെട്ടു പോയി. എപ്പോ വരും? പറയാൻ പറ്റൂല. വാസുവിനെ മനസ്സിലായില്ലേ? ഓർമ്മിക്കുന്നില്ലല്ലോ. ഓർമ്മിക്കുന്നില്ലല്ലോ. എന്തു വേണം? കൃഷ്ണേട്ടനെ കാണണം. സഹായത്തിനായിരിക്കും. നിങ്ങളെ പോലുള്ള ആളുകൾക്ക് സഹായം കൊടുത്തു ഞങ്ങൾ മരിച്ചു. വാസു, അത് എന്റെ പയ്യ പേര്. ഇപ്പോൾ I am Mr. Vyas. കൃഷ്ണേട്ടൻ വരാൻ വൈകുമോ? പറയാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ? വരുന്നത് വരെ ഞാനിവിടെ ഒന്നിരുന്നോട്ടെ. ഇവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റൂല. ഇവിടെ വലിയ വലിയ ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. പ്ലീസ് പൊട്ടു പോകൂ. പറഞ്ഞ കേട്ടില്ലേ? പൊട്ടു പോകൂ. പരമേശ്വര,
Vasu sir, in the morning, do you know where to wake up? Yes, sir. Yes, I am coming. സൂപ്പർ നടിയിൽ ഇരിപ്പിണ്ടില്ലേ, നീ ചെന്നിട്ട് വരാം. Very good, master. First class. Fantastic. തനി ഇന്ത്യ സ്റ്റൈലാ. ഏത് മ്യൂസിക്കിനും ഇതേ സ്റ്റെപ്പിട്ട് മാസം തുള്ളാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ? ഇനിയെങ്കിലും നോക്കൂടെ? വല്ല പുതിയ സ്റ്റെപ്സ് മാസ്റ്ററെ? സ്റ്റെപ്പ് അറിയാഞ്ഞിട്ടല്ല, നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഇട്ടാൽ ഡയറക്ടർ സാറിന് പിടിക്കില്ല. സ്റ്റെപ്പ് അറിയാവുന്ന ഒരൊറ്റ ഡയറക്ടേഴ്സ് ഇൻഡസ്ട്രി ഇല്ല. പുതിയ വല്ല നമ്പർ ഇടും മാസ്റ്ററെ, സാറ് പറഞ്ഞു കേട്ടില്ലേ? ഒരു ചേഞ്ച് ഇരിക്കട്ടെ മാസ്റ്ററെ. പർവ്വതം റെഡി. ഒരു രക്ഷയില്ല. டான்ஸ் ஒன்னும் தெரியாது, ஆனா ரொம்ப பாவம். இஸ் நைஸ் அண்ட் ஃபன்னி. പർവ്വതം കലക്കണം, ഒരു ഡിസ്കോ അടിച്ചോളയാം. സൗണ്ട്. ആ 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. എങ്ങനെയുണ്ട് ഡിസ്കോ? നേരെ ചൊവ്വേ ചെയ്യണം. ആ ഗോവിന്ദ തോറ. എന്നാ പർവ്വതം നീ കുടിക്ക. കൃഷ്ണേട്ടാ,
പാർവതി പാർവതി എപ്പോ വന്നു? കാലത്ത്. കാലത്തോ? എന്താ ഇവിടെ വന്നത്? അകത്ത് കയറി ഇരിക്കായിരുന്നില്ലേ? വാസുവിനെ കണ്ടില്ലേ? പുറത്തിരിക്കാൻ പറഞ്ഞത് വാസുവാണോ? പാർവതി ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? പാർവതി അകത്തേക്ക് വരൂ. ഞാൻ എവിടെയോ വരൂ. വാസു, വാസു, എന്റെ വീട്ടിൽ കയറി വന്ന പാർവതിയെ നീ പുറത്തിരുത്തിയല്ലേ? എത്ര വലുതായാലും കഴിഞ്ഞൊന്നും മറക്കരുത്. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ പാർവതിയെ. ഞാൻ പാർവതിയോട് മലയാളത്തിൽ പറയടാ. അല്ല, പഴയ പല പരിചയക്കാരും സഹായം അന്വേഷിച്ച് വരാറില്ലേ? അതുകൊണ്ടാ. ആ പേരിൽ നീ പാർവതി ഉൾപ്പെടുത്തിയല്ലേ? എത്രയോ വർഷം അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചവരാടാ നീയും ഞാനും. അതൊക്കെ നീ മറന്നല്ലേ? പോണോ? ആ, പാർവതിക്ക് പോയി ഭക്ഷണം എടുത്തു കൊടുക്കൂ. പരമേശ്വരനോടല്ല, നിന്നോടാ പറഞ്ഞത്. ഞാനും പാർവതി മുകളിലേക്കല്ലോ പോകാൻ. വിളിച്ചോണ്ട് പോകാൻ ചെല്ലു. വരൂ. എന്താ മിസ്റ്റർ ദാസ്? തൊഴിലായി പോയില്ലേ? ചെയ്യുന്ന തൊഴിൽ ഏതായാലും ആത്മാർത്ഥത വേണമെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ആ ടീച്ചർ എന്തി? അമ്പലത്തിൽ പോയിരിക്കുക. പാർവതി പോയില്ലേ? വലിയ ഭക്തികാരിയല്ലേ? എന്താ പോകാത്ത? പോയില്ല. എന്താ? എന്താ ദാസ്? സോറി സാർ, ഞാൻ അല്പം അപ്സെറ്റ് ആയിപ്പോയി. ദാസിന് ഒരിക്കലും ദേഷ്യമൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇന്ന് ആദ്യമായിട്ട് കാണുകയാണ്. ഏതാ പെൺകുട്ടി? ആ പെൺകുട്ടി ഈ ജോലിയെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. എത്ര ഇന്റർവ്യൂ കഴിഞ്ഞു. നല്ലവണ്ണം പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് പോമോളെ. പോയി വരട്ടെ അമ്മേ. എന്റെ ഗുരുവായൂരപ്പ. BA-ക്ക് എക്കണോമിക്സ് ആയിരുന്നു മെയിൻ അല്ലേ? അതെ സാർ. പാർവതിക്ക് ജോലി തരാം, പക്ഷേ മാനേജ്മെന്റിന്റെ നിയമപ്രകാരം 10,000 രൂപ ഡെപ്പോസിറ്റ് നൽകണം. അത്രയും രൂപ തരാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. അച്ഛൻ എന്ത് ജോലിയാണ്? സിനിമയിൽ സ്റ്റണ്ട്മാൻ ആയിരുന്നു. ഒരു തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ കുതിരപ്പുറത്തുനിന്ന് വീണ് മരിച്ചുപോയി. ഓ, ഐ എം സോറി. സിനിമ ഷൂട്ടിംഗ് ഇടയിലല്ലേ മരിച്ചത്? കോമ്പൻസേഷനായി നല്ലൊരു തുക കിട്ടിക്കാണുമല്ലോ. അതൊക്കെ സിനിമയ്ക്ക് പുറത്തുള്ളവരുടെ വിചാരമാണ്. അച്ഛൻ മരിച്ചപ്പോ ആരും തിരിഞ്ഞു നോക്കിയില്ല. 1 വർഷം കഴിഞ്ഞപ്പോ സ്റ്റണ്ട് യൂണിയനിൽ നിന്ന് കുറച്ച് സഹായം ലഭിച്ചു. അത്രമാത്രം. അപ്പോ പാർവതിയുടെ അമ്മ?
കോടമ്പക്കത്ത് കേരള സമാജം സ്കൂളിലെ ടീച്ചറാണ്. ഞങ്ങൾക്ക് മറ്റാരുമില്ല. എനിക്ക് ഈ ജോലി ഞാൻ നിസ്സഹായനാണ്. മാനേജ്മെന്റിന്റെ തീരുമാനപ്രകാരം ഡൊണേഷൻ വാങ്ങിക്കൊണ്ട് നിയമിക്കാനാവും. ഹലോ, മോളെ കാപ്പി കുടിക്കേ. ഇന്റർവ്യൂ എനിക്ക് മടുത്തു അമ്മേ. നീ ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് 5-6 മാസമല്ലേ ആയുള്ളൂ. വർഷങ്ങളായി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ജോലി കിട്ടി അമ്മയുടെ ഭാരം കുറയ്ക്കണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അമ്മേ? കരഞ്ഞതുകൊണ്ട് ഒന്നും നേടാനില്ല മോളെ. സുഖവും ദുഃഖവും ജീവിതത്തിന്റെ 2 വശങ്ങളാണ്. അവന്റെ ഒരു ഉറക്കം. ഷൂട്ടിങ്ങിന് പോകണ്ടേ? രാത്രി എത്ര തന്നെ അഴിച്ചാലും മഹാഭാവി കോഴി കൂമുന്നതിന് മുമ്പ് എഴുന്നേൽക്കും. നീക്കിയാണ് ആ സിനിമാ തൊഴിലാളികളുടെ മനസ്സമാധാനം നശിപ്പിക്കുന്നത്. എന്റെ ചോറാണിത്. കൃഷ്ണനെ വിളിക്കാം. അടുത്തൊരു കുംഭകർണൻ. ആഹാ, അത് കൊള്ളാമല്ലോ. വിളിക്കടാ, എടാ വിളിക്കാൻ. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, വിളിക്ക്. ആ, ഞാനില്ല. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, അയ്യോ. പതിവ് പോലെ ഒന്നുകൂടെ വിളിക്കാം. എടാ വിളിക്കടാ. മോനെ, 9 മണിയായി. ഷൂട്ടിങ്ങിന് പോകണ്ടേ? ഇനി നിങ്ങൾ കുളിക്കൊക്കെ വേണ്ടേ? പറയാനും സമ്മതിക്കത്തില്ല. സോപ്പെങ്കിലൂടെയൊക്കെ എടുത്താ സർവത്ര ഡപ്പാലും ഉണ്ടടാ. നീ വാ. റഹീമേ, പിടി പിടി റഹീം, എഴുന്നേറ്റ്. പിടി. ഒരു കൊച്ചു തിമിംഗല. അയ്യോ, ഇക്ക കാണും. എന്തിനാ ഇങ്ങനെയൊക്കെ വരുന്നത്? കാലത്തെ വന്ന് കാണണമെന്ന് കരുതിയതാ. ഇപ്പോഴാണ് സൗകര്യം കിട്ടിയത്. ഇക്ക പോയില്ലേ? ഇല്ല, അകത്തുണ്ട്. അയ്യോ, ചതിച്ച. നമ്മളെ കാണണമെങ്കിൽ ഇങ്ങനെ പിന്നിക്കൂടി വരരുത്, മുന്നിക്കൂടി വരണം. ചങ്കുറ്റത്തോടെ. ചങ്കൂറ്റും അല്ലാഞ്ഞിട്ടല്ല. അന്നത്തെ പോലെ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? അപ്പോ ഇക്കായ പേടിയുണ്ടല്ലേ? ഇല്ല, നിന്റെ ഇക്ക ദേ ഞമ്മക്ക് വെറും ഡഫാല. ആ, പിന്നെ പുന്നാരിച്ചിരിക്കാൻ സമയമില്ല. ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ പോട്ടെ. അയ്യോ, കയ്യും കാലും ഉരുണ്ട് നോക്കണേ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആരും കാണുന്നില്ലല്ലോ. ഷാഫി, പ്രഭാകരൻ, ആ ഡാൻസ് മാസ്റ്റർക്ക് സീക്വൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാം സാർ. ആ സെറ്റപ്പ് ഒക്കെ ഒന്ന് ശരിയാക്കണം. മണി 9:10. 9 മണിക്ക് കാൾ ഷീറ്റ്, 9 മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുക്കണം. മനസ്സിലായോ? ഹീറോയിൻ ഡ്രസ് ഇതുവരെ തയ്ച്ചിട്ടില്ല. ഓ, പ്രൊഡ്യൂസർ എന്തിയെ? സാറ് ഒന്നും വിചാരിക്കരുത്. ഒരു പുതിയ ഡ്രസ് എടുക്കണമെങ്കിൽ 1000 രൂപയ്ക്ക് മേലെ ആവും. ഗ്രൂപ്പിന്റെ ഷോട്ട് കഴിഞ്ഞിട്ട് അത് ജോസ് സാർ അറിയാതെ നീറ്റാക്കി കൊടുക്കാം. മിസ്റ്റർ സേതു, ട്യൂബ് ഷോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഡ്രസ് ആകെ ബോറാകും. പിന്നെ എങ്ങനെ ബ്ലീഡിംഗ് ഷോട്ട്സ് എടുക്കും? സാറേ, ഡ്രസ്സിൽ അല്പം പൊടി പറ്റിയെന്ന് വെച്ച് പണം ഓടാതിരിക്കില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇത്ര അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ആരോട് ഓവനെ വിട്ട് സാറ് ബുക്ക് ചെയ്തത്? ഓക്കെ ഓക്കെ, എവറിത്തിങ് അഡ്ജസ്റ്റ്മെന്റ്. ഓൾ റൈറ്റ്. മാഷ് വിളിക്കുന്നു. താമസം മാഷ് വഴക്ക് പറയും.
എടാ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു? അണ്ണാ തെക്കേ ഇന്ത്യയിൽ പെണ്ണുങ്ങൾക്ക് ഡ്യൂപ്പിടാൻ വാസു അല്ലാതെ മറ്റാരുമില്ല. മാസം സ്വല്പം വെയിറ്റ് ശരി, ശരി. അണ്ണാ ഒരു റൗണ്ട് കൂടി കളിച്ചോട്ടെ. കളിച്ച് 50 രൂപ ഇട്ടിട്ടുണ്ട്. വൈകിട്ട് സ്മോൾ വാങ്ങിച്ചു തരാം. എളുപ്പം പറ. ഓക്കെ. മാസ്റ്റർ, ലണ്ടനിലെ ഒരു ഒഴിഞ്ഞ റോഡിനരികിലെ ബാറിനുള്ളിൽ ക്യാബറ നടക്കുന്നു. വില്ലൻ നൃത്തം ചെയ്ത പെണ്ണിനെ കടന്നു പിടിക്കുന്നു. ആൾക്കാർ ഭയന്നോടുന്നു. നായകനായ ലണ്ടനിലെ പോലീസുകാരനും മറ്റൊരു പോലീസുകാരനും ഡൈവ് ചെയ്തെത്തുന്നു. തുടർന്ന് സംഘടന നർത്തകയെ രക്ഷിക്കുന്നു. ഇതാണ് സീക്വൻസ്. മാസ്റ്റർക്ക് മനസ്സിലായി? കേട്ടു. ഡയറക്ടർ ഫ്രെയിം ടു ഫ്രെയിം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി മൂവ്മെന്റ്സ് ഇട്ടാ മതി. മാസ്റ്റർ റെഡിയാണോ? ഓക്കെ ഓക്കെ. ഞാനെപ്പോഴാ റെഡി. കൃഷ്ണൻ, റഹീം, വരൂ നോക്കാം. ആ കുട്ടി വരൂ. ഓക്കെ. ആ പർവ്വത 1 2 3 4 5 6 7 8 എല്ലാം ഇപ്പോഴും ഒരേ ആദ്യം ഒരു punch. ഗംഗാഭാഗത്തിൽ നമ്മൾ ചെയ്തതല്ലേ? എല്ലാ സിനിമയിലും ഒരേ സ്റ്റെപ്പ് ചെയ്തതല്ലേ? 1 2 3 ആ വരുന്നു. 1 2 1 2 1 2 1 2 1 2 1 2 1 2. ശരീരമൊക്കെ നിളകട്ടെ. 1 2 1 2 1 2 1 2 1 2 1 2 3 4 1 2 3 4. നല്ല സിനിമയുടെ സങ്കല്പവുമായി മദ്രാസ് വന്നത് നമ്മുടെ ഒരു ഗതികേട്. മാസ്റ്റർ റെഡിയാ? ഞാൻ റെഡി മാസ്റ്റർ. എന്നാ ആരംഭിക്കാം. പ്രേം, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഓക്കെ, വെരി ഗുഡ്, വണ്ടർഫുൾ. മാസ്റ്റർ റെഡി? കൃഷ്ണ റെഡി? റെഡി മാഷേ. ഓക്കെ ഓക്കെ. സ്റ്റാർട്ട് ക്യാമറ. ജംപ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇവന്റെയൊക്കെ ഒരു ചാട്ടം. നീയൊക്കെ ഇങ്ങനെ ചാടിയിട്ട് പോയാലേ എന്റെ പ്രസ്റ്റീജാണ് നഷ്ടപ്പെടുന്നത്. യു ആർ മൈ ഡ്യൂപ്പ്. പറ. ഇഡിയറ്റ്. എന്താടാ സാറേ, ഞാൻ ചാടിയവരെ ചാടാം? എടോ, എന്റെ തടി നാളെയും കേരളത്തിലെ പബ്ലിക്കിന് വേണ്ടതാ. സാറേ, അപ്പൊ ഞങ്ങളുടെയൊക്കെയോ? 200 രൂപയ്ക്ക് ഡൂപ്പ് ചാടുന്ന തന്റെ വിലയും എന്നെ പോലുള്ള നടന്മാരുടെ വിലയും ഒന്നാമത്. ആരോ മണ്ണാങ്കട്ടി. മര്യാദയ്ക്ക് സംസാരിക്കണോ? എടാ പോടാന്ന് വിളിച്ചോണ്ടല്ലോ. സെറ്റായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഐ എം സോറി മാസ്റ്റർ, എനിക്ക് ഡൂപ്പിടാൻ പറ്റില്ല. കൃഷ്ണ, എന്താ ഇത്? പിന്നെ അയാൾ പറഞ്ഞോ ഇന്നിപ്പോ ഷൂട്ടിംഗ് നടക്കും തോന്നുന്നില്ല. പെട്രോളിന്റെ കാശ്, ബാറ്റ, ഇതെല്ലാം വാങ്ങിച്ചോണം. ഒരു അലമ്പ് പ്രൊഡ്യൂസറാ. തരാതിരിക്കാൻ അങ്ങേറ്റം നോക്കും. പക്ഷെ വാങ്ങിച്ചോണം. എടാ, വാ. ഡയറക്ടർ സാർ, ഞാനിന്ന് മൂഡ് ഔട്ടാണ്. ഇന്ന് വർക്ക് ചെയ്താൽ ശരിയാവില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ പോകുന്നു. സാറേ, എല്ലാവരും പോയോ? പോയി. ചതിച്ചോ? 8000 രൂപയുടെ സെറ്റ്, 6000 രൂപ ബാറ്റ, 10,000 രൂപയുടെ ലൈറ്റ്. എന്റെ പൊന്ന് സാറേ, ഞാൻ മാർവാടിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച കാഴ്ച. സാറേ, ഈ ഷൂട്ടിംഗ് എങ്ങനെയെങ്കിലും നടത്തി തരണം. രാമു, വെള്ളം. നിന്നെ 3-4 പടം ഹിറ്റായപ്പോഴേക്കും ഹീറോ എവയാണല്ലേ? ജനങ്ങൾ ആരാധിക്കുന്ന ഹീറോ അല്ലേ? തനിക്ക് കയ്യടി വാങ്ങിത്തരാൻ ആരാന്നറിയോ? ഞങ്ങളെ പോലുള്ള ഡ്യൂപ്സാ. ക്യാമറയുടെ മുമ്പിൽ ചെന്നിട്ട് ടിച്ചും 4 ക്ലോസപ്പ് ചോരച്ചായം തേച്ചിട്ടങ്ങ് പോകും. മലയിൽ ചാടണമെങ്കിൽ ഞങ്ങൾ, ഹെലികോപ്റ്റർ പിടിച്ച് തൂങ്ങണമെങ്കിൽ ഞങ്ങൾ, തീ ചാടണമെങ്കിൽ ഞങ്ങൾ. കാർച്ചീസ് എടുക്കണമെങ്കിൽ ഞങ്ങൾ. ഈസിയായി കൈയടി വാങ്ങിച്ചിട്ട് പോകുന്നത് നിങ്ങളുടെ കൂട്ടുള്ള സൂപ്പർ താരങ്ങൾ. നിങ്ങൾ എന്നെ അപമാനിക്കണോ? അപ്പൊ സാറ് ഞങ്ങളെ അപമാനിച്ചോ? വിട്ടേക്കണ മോനെ, സാറിന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ലേ? ഉണക്ക്. സാറേ, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. സാറിനടുത്ത് പറഞ്ഞേക്ക് മുഖഞ്ഞിട്ടാക്കരുത്. അപ്പോഴേ ഇപ്പൊ ഉണ്ടായി ദുഃഖം തീർക്കാൻ വേണ്ടി ഓരോ
ആകാശം എവിടെ കണ്ടില്ല, ഇല്ല ഇല്ല, ഓ ഓ ഓ ഓ ഓ. ഭൂമി എവിടെ കണ്ടില്ല, ഇല്ല ഇല്ല, ഓ ഓ ഓ ഓ ഓ. ആകാശം എവിടെ കണ്ടില്ല, ഭൂമി എവിടെ കണ്ടില്ല, നക്ഷത്രങ്ങൾ കണ്ടില്ല, നല്ലവരെ കണ്ടില്ല, പരിസരമേതെന്നറിയില്ല. വാസു വാസു ഹായ്, വാസു വാസു റഹിം റഹിം ജോളി ജോളി, ആഹാ ടു ജോളി വെരി ജോളി ജോളി ജോളി, ആഹാ വാസു വാസു റഹിം റഹിം ജോളി ജോളി, ടു ജോളി വെരി ജോളി ജോളി ജോളി. എല്ലാവർക്കും എല്ലാവർക്കും ഓരോ ദുഃഖം, നമുക്ക് മാത്രമില്ലല്ലോ ദുഃഖം ദുഃഖം. എല്ലാവർക്കും എല്ലാവർക്കും ഓരോ ദുഃഖം, നമുക്ക് മാത്രമില്ലല്ലോ ദുഃഖം ദുഃഖം. നീയാണളിയ പറുദീസയിലെ സുന്ദര സുവിശേഷം. റഹീം റഹീം ഹായ്, റഹീം റഹീം വാസു വാസു ജോളി ജോളി, ടു ജോളി വെരി ജോളി ജോളി ജോളി. റഹീം റഹീം വാസു വാസു ജോളി ജോളി, ടു ജോളി വെരി ജോളി ജോളി ജോളി. എന്നാണ് സംഗതി ജോറ്, എന്നിനി മേലിൽ വേണ്ടല്ലോ സ്മോൾ സ്മോള്. എന്നാണ് സംഗതി ജോറ്, ഇന്നിനി മേലിൽ വേണ്ടല്ലോ സ്മോള് സ്മോള്. ഇന്നലെയില്ല നാളെകളില്ല എന്തൊരു സന്തോഷം. വാസു വാസു ഹായ്, വാസു വാസു റഹീം റഹീം ജോളി ജോളി, ടു ജോളി വെരി ജോളി ജോളി ജോളി. വാസു വാസു റഹീം റഹീം ജോളി ജോളി, ടു ജോളി വെരി ജോളി ജോളി ജോളി. ആകാശമെവിടെ കണ്ടില്ല, ഭൂമി എവിടെ കണ്ടില്ല, നക്ഷത്രങ്ങൾ കണ്ടില്ല, നല്ലവരെ കണ്ടില്ല, പരിസരമേതെന്നറിയില്ല. വാസു വാസു ഹായ്, വാസു വാസു റഹീം റഹീം ജോളി ജോളി, ടു ജോളി വെരി ജോളി ജോളി ജോളി, ടു ജോളി വെരി ജോളി ജോളി ജോളി, ടു ജോളി വെരി ജോളി ജോളി ജോളി, ടു ജോളി 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 വെരി ജോളി. അയ്യോ വാസു, ഈ സന്തോഷത്തിൽ ഒരു സ്മോൾ. ആകാശമെവിടെ കണ്ടില്ല, ഭൂമി എവിടെ കണ്ടില്ല, നക്ഷത്രങ്ങൾ കണ്ടില്ല, നല്ലവരെ കണ്ടില്ല. ആ ആ ആ ആ ഈ ഈ ഈ ഈ. പറയൂ കൃഷ്ണ, എന്റെ നാക്കിൽ കുഴച്ചിലുണ്ടോ? ഈ എന്റെ നാക്കിന് ഒരു കുഴച്ചിലുള്ള ടീച്ചറെ. കൃഷ്ണന്റെ നാക്കിന് യാതൊരു കുഴച്ചിലും ഇല്ല. ഒന്നും കുടിച്ചല്ലേ? ഒരു ഇച്ചിരി. കഷ്ടം. കൃഷ്ണൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. കൃഷ്ണ, നീ വല്ലതും കഴിച്ചോ? 2 താറാമുട്ട കഴിച്ചു. പിന്നെ ശാലം. ക്ഷമിക്കണം.
എന്താ മാസ്റ്ററെ പതിവില്ലാതെ ഇങ്ങോട്ട്? ഒളിച്ചാ ഞാനിങ്ങോട്ട് പോകുന്നത്. ഞാനിവിടെ വരുന്നത് നമ്മുടെ പർവ്വതത്തിന് അത്ര ഇഷ്ടമല്ല. നിന്നെ പറ്റി അത്ര നല്ല അഭിപ്രായം. അത് ശരി. നിങ്ങളൊക്കെ പലപ്പോഴും രഹസ്യമായി ചെയ്യുന്നത് ഞാൻ പരസ്യമായി തന്നെ ചെയ്യാറുണ്ട്. അതുകൊണ്ടുണ്ടാവുന്ന ചീത്തപ്പേര് ഞാൻ സഹിച്ചു. ഒരു ഡഫാൽ അങ്ങോട്ട് ഫിറ്റ് ചെയ്തേ. മാസ്റ്ററെ, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാൻ. അവനവന്റെ കാര്യം അവനവൻ നോക്കിയാൽ പോരെ. വല്ലവന്റെ ഡഫാലിൽ കൊണ്ട് തലയിടണം. മനസ്സിലായില്ല. ആ ഡാൻസ് ട്രൂപ്പിലെ നാരായണിയോട് മാസ്റ്റർ എന്റെ കാര്യം വല്ലതും പറഞ്ഞു? അത് പിന്നെ റഹീം. മാസ്റ്ററെ, എനിക്കിട്ട് ഒരു ഡഫാൽ വെച്ചാ ഞാൻ ഡബിൾ ഡഫാൽ വെക്കും. അയ്യോ എന്റെ പൊന്നെ റഹീമേ, മുണ്ടകയ മുരാരി പാവാ. ദാ വരുന്നു പർവ്വതം ചേച്ചി. ഓടിക്കോ. ആ മണ്ടൻ മുണ്ടൊക്കെ ഇങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ. 5 മണിക്കൊന്ന് നടന്നിട്ട് വരാന്ന് പറഞ്ഞു പോയതാ. മണി 8 കഴിഞ്ഞു. വല്ല കള്ള ഷാപ്പിലോ മറ്റോ? ഷാപ്പിൽ കയറി കുടിച്ചാൽ കൊന്നുകളയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ചേച്ചി, ഞാൻ പറയുന്നത് കൊണ്ട് വിശ്വസിക്കണ്ട. ആ നാരായണിയുടെ വീട്ടിൽ പോയതാവും. ഏത് നാരായണി? ആ ഡാൻസ് ട്രൂപ്പിലെ നാരായണി. കനം കുറഞ്ഞ പെമ്പിള്ളേരെ കാണുമ്പോ മാസ്റ്റർ കൊച്ചു പൂരിയ. എന്താണെന്ന് എനിക്കറിയില്ല. ഇന്ന് ഇങ്ങോട്ട് വരട്ടെ. കപ്പ എരിയും പോലെ എരിഞ്ഞാൻ റോഡിലെറിയും. ചതിച്ചല്ലടാ മഹാഭാ. മാസ്റ്ററെ, ഇപ്പൊ സമാസമം. മാസ്റ്ററും പറഞ്ഞു, ഞാനും പറഞ്ഞു. ഡഫാലേക്ക് ഡഫാൽ. ഹലോ. പുറത്തിറങ്ങാനും പറ്റില്ല, ഇവിടെ ഇരിക്കാനും പറ്റില്ല. ഞാനിപ്പോ എന്ത് ചെയ്യും? മാസ്റ്റർ പറഞ്ഞയക്കും മാം. എന്തിന്? അന്ന് എന്നോട് പറഞ്ഞില്ലോ വലിയ ലവ് ആണെന്ന്. അതന്നല്ലേ? അതിനുള്ള കാശ് ഞാൻ തന്നില്ലേ? പർവ്വതം ഉറങ്ങിയിട്ട് ഞാനിങ്ങോട്ട് വന്നേക്കാം. എന്തിനാ? നിനക്കൊരു ഡപ്പാല്, എനിക്കൊരു ചെറിയ ഡപ്പാൽ. പർവ്വതം ചേച്ചി, ഇനി ഞാൻ പോന്നോ? പോണം. എനിക്ക് വേണമെന്ന് തോന്നുമ്പോ ഞാൻ അങ്ങോട്ട് വരാം. എന്നെ തേടി നീ ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായോ? ഓ ഞാനെന്ത് ചെയ്താലും 4 പേരറിയും. ഇത്ര വേഗം കഴിഞ്ഞ മാസ്റ്ററെ? എന്റെ ഗണപതി സ്വാമി, ഇന്നെങ്കിലും ഒന്ന് ജയിപ്പിച്ചു തരണം. 101 സ്വാമിക്ക് കമ്മീഷൻ. അത് കയ്യിലിരിക്കട്ടെ. അതൊക്കെ ജയിച്ചതിന് ശേഷം മതി. എന്താ പർവ്വത ചേച്ചി കയ്യില്? എന്തിനൊന്ന് ചൂട് പിടിച്ചു കൊടുക്കാൻ. ഇന്നലെ അതേ 2-3 ഇടി കിട്ടി. ആരടിച്ചു? ഞാൻ തന്നെ ഇടിച്ചു. ഏതോ ഒരു നാരായണിയുടെ പിന്നാലെ മണത്ത് നടക്കായിരുന്നു അത്രേ. കൊടുത്തു 4. പാവമായിപ്പോ ചേച്ചി. എടാ വാസു, ഡാൻസ് വാദ്യരാണേ വേല. വല്ലവന്റെ തലയിൽ വീണാൽ ഞാൻ കൊഴിയും. അത് നേരം. ചേച്ചി ആ മുരാരി മാസ്റ്റർ ഡൈവേഴ്സ് ചെയ്യൂ. എന്തിനാടാ? എനിക്ക് ഒരു ശത്രു ഉണ്ട്, അവനെ കൊണ്ടൊന്ന് കല്യാണം കഴിപ്പിക്കാൻ. ആരും കണ്ടില്ലേ? വാസു, വാസു, ഈ കൈയുള്ള കഴിഞ്ഞോട്ടെ. വാസു, വാസു എനിക്കാ അവിടെ വലിയ കൃഷ്ണൻ. ഇന്ന് എന്റെ ദിവസമാ. ആ കിങ് ഷോ. ഒറ്റ ചവിട്ട് വെച്ചതുണ്ടല്ലോ. ഗണപതി സ്വാമിക്ക് യോഗയില്ല. എനിക്കടാ, എനിക്ക് ഒരൊറ്റ ഒരെണ്ണത്തെ ഇവിടെ കണ്ടുവരുത്. ഓരോ തമ്മിൽ ഇറങ്ങിക്കൊള്ളും രാവിലെ.
ഭൂമി എവിടെ കണ്ടില്ല. കൃഷ്ണനല്ലേ? അതെ. ആകാശവും കണ്ടില്ല, ഭൂമിയും കണ്ടില്ല. സന്ധ്യ കഴിഞ്ഞാൽ താരായി മാത്രമേ അവൻ കാണൂ. ഇന്ന് അവനെ കുറിച്ച് വഴക്ക് പറയണം. നക്ഷത്രങ്ങൾ കണ്ടില്ല, നല്ലവരെ ഓ എന്താ? ആ ഒന്നുമില്ലേ, കുഴപ്പമൊന്നുമില്ല. നല്ലവരെ കണ്ടില്ല, പരിസരമേ. കൃഷ്ണ, കൃഷ്ണ, അയ്യോ, ഞാൻ കൃഷ്ണനല്ല, ഗോവിന്ദനാ. ഇങ്ങനെ ഒരുത്തൻ. വാസു വിളിച്ച ഒരുത്തിനെ. അയ്യോ, ദൈവം എന്നോട് ക്ഷമിക്കണം. മെഴുകുതിരി. അവിടെ അവിടെ ആ രാമ രാമ പാഹി മാം, രാമ 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 പാഹി മാം, രാമ 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 രാമ. കൃഷ്ണേട്ടൻ നാമം ചൊല്ലിയാണോ? ആഹാ, പാർവതിയോ? ഞാനീ രാമരാമ ജപിക്കുക. കുട്ടിക്കാലത്ത് പാർവതിയുടെ അമ്മ പഠിപ്പിച്ചെന്നതാ. സന്ധ്യക്കല്ലേ നാമം ചൊല്ലുക? ഇത് ആഹാരം. വേണ്ട, അമ്മ കഴിക്കാൻ പറഞ്ഞു. ടീച്ചർ പറഞ്ഞോ? എന്നാ കഴിക്കാം. എന്റെ ടീച്ചർ അന്നേ പറഞ്ഞതാ, നീ പഠിക്കടാ, ഫീസ് ഞാൻ കൊടുക്കാന്ന്. പഠിച്ച് നന്നാകും. കൃഷ്ണൻ നന്നാവോ? 1ാം ക്ലാസ്സോടെ പഠിപ്പ് മതിയാക്കി. എന്റെ ടീച്ചർ പറഞ്ഞു, തെണ്ട് കണക്കാതെ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കടാ. കൃഷ്ണൻ കേട്ടോ? ഇല്ല, കൃഷ്ണൻ നന്നാവില്ല. കൃഷ്ണേട്ട കരയരുത്. അമ്മ എപ്പോഴും പറയും കൃഷ്ണേട്ടൻ ഗുരുത്വമുള്ളവനാണ്, അവൻ നന്നാവുമെന്ന്. പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ കൃഷ്ണൻ നന്നാവും. ആ, കൃഷ്ണേട്ട ഇത് മുഴുവൻ കഴിക്കണം. എന്നിട്ട് കരച്ചിൽ നിർത്തിയിട്ട് കിടന്നുറങ്ങണം. ആ, അറിയാം. ആ, ഇവിടെ കിടക്കാൻ സ്ഥലമില്ല. അയ്യോ, ഹലോ, ഏതൊരു തെലുങ്ക് പ്രൊഡക്ഷനിൽ നിന്നാണ്. Ali Abdullah here. Oh, good morning, sir. What, sir? Oh, I am very sorry, sir. Those days I have already confirmed for a Hindi movie. 27, 28. Oh, confirm, sir. Okay. Confirm, sir. Bye. Bye. Hasina? നീ ഇന്നലെ അവനെ കണ്ടു അല്ലേ?
ഒരിക്കലും ഇത് നടക്കില്ല മോളെ. നിന്റെ ഇക്ക കഷ്ടപ്പെടുന്നതൊക്കെ നിനക്ക് വേണ്ടിയാ. നമ്മുടെ ബാപ്പ ഒരു സ്റ്റണ്ടുകാരനായിരുന്നു. ജീവിതത്തിൽ സുരക്ഷിതത്വമില്ലാത്ത തൊഴിൽ. ഒരിക്കലും നിനക്ക് ഉമ്മാരെ ഗതി വരരുത്. നമുക്ക് ഒന്നും പറയണ്ട. ഒരു ചിത്രത്തിന് 25,000 രൂപയെങ്കിലും പ്രതിഫലം വാങ്ങുന്ന ഒരു സ്റ്റണ്ട് മാസ്റ്ററാണ് ഞാൻ. 300 രൂപയ്ക്ക് ഡ്യൂപ്പിടുന്ന ഒരുത്തൻ എന്റെ സഹോദരി വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് വെച്ച വെള്ളം ഒന്ന് വാങ്ങി വെച്ചേരെ. ബാപ്പയുടെ ഈ ഫോട്ടോ ചീത്തയായി തുടങ്ങി. ഫ്രെയിം ചെയ്യാൻ വെച്ചെങ്കിൽ ആള് വരും. വേഗം എടുത്ത് കൊടുത്തരെ. ഞാൻ പോകുന്നു. റഹീമിനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്ന് ഹസീന തീർത്തു പറഞ്ഞു. മണ്ടിപ്പെണ്ണ്. ഇന്നലെയും രാത്രി കോടമ്പക്കത്തെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് റഹീമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു കണ്ടു. നീ എന്താ ഹസീനെ ഉപദേശിക്കാത്തത്? ഞാൻ പറഞ്ഞാൽ ഹസീന കേൾക്കില്ല. മലതി, നീ അവളെ ഒന്ന് ഉപദേശിച്ചു നോക്ക്. നീയല്ലേ ഹസീനയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി. നീ പറഞ്ഞാൽ അവൾ അനുസരിക്കും. എന്താ ഹസീന? എന്ത് പറ്റി പെണ്ണെ? എന്നോട് പറ. ഇക്ക ചീത്ത പറഞ്ഞു. നീ വല്ല കുസൃതിയും കാട്ടി കാണും. എന്നെയല്ല, പിന്നെ റഹീംഖാനെ. അതിന് നീ എന്തിനാ കരയുന്നത്? റഹീംഖാനെ എനിക്കിഷ്ടമാ. പക്ഷെങ്കിൽ അലീക്ക നമ്മുടെ നിക്കാഹ് നടത്തൂല്ലെന്ന് പറഞ്ഞു. വെരി ഗുഡ്. അലീക്കാക്ക് തലമണ്ടയ്ക്ക് നല്ല വെളിവുണ്ട്. നിന്റെ ഇക്ക നിനക്ക് നല്ല ബുദ്ധി പറഞ്ഞു തന്നു. ഞാനും അലീക്കാക്കയുടെ സൈഡില്. റഹീമിനെ നീ കെട്ടിയാൽ നിന്റെ ജീവിതം തകർന്നു പോകും. നീ ഒരു പൊട്ടിപ്പെണ്ണാണ് ഹസീന. നിനക്ക് ലോകമറിയില്ല. റഹീം നല്ലവനല്ല. അവനെ പറ്റി ആർക്കും നല്ല അഭിപ്രായമില്ല. റഹീംഖാനെ പറ്റി മാത്രം ആരെന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കൂല. ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. നീ ആ പാർവതിയോട് ചോദിക്ക്. അവന്റെ വീട്ടിൽ പല പെണ്ണുങ്ങളും കയറിയിറങ്ങുന്നത് സത്യം. ഇന്നലെ രാത്രി കൂടി ഒരു ആംഗ്ലോ ഇന്ത്യൻ പെണ്ണ്. മാലിനി, അവനെ മറന്നേക്ക് മോളെ. നിന്റെ ഇക്കാട് അന്തസ് നീ നോക്കേണ്ടേ? ഇക്കാൻ നിശ്ചയിക്കുന്ന ആളെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്ക്. ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിന് പോവില്ല. ആദ്യം സ്നേഹിച്ച പുരുഷനെ ഏതെങ്കിലും ഒരു പെണ്ണിന് മറക്കാനാവുമോ മാലതി? മറ്റുള്ളവര് നല്ലതിനു വേണ്ടി ഉപദേശിക്കുമ്പോ കേൾക്കുന്നതാണ് നല്ലത്. ഇല്ല, ആരെന്ത് പറഞ്ഞാലും റഹീംഖാനെ നമുക്ക് മറക്കാനാവില്ല. എന്നും ഓരോ പെണ്ണുങ്ങൾ ഇവിടെ വരാറില്ലേ? നീ നമ്മൾ വരാനും കരുതി. ഹസീന, എല്ലാം നമുക്കറിയാം. ഇങ്ങനെ ഒരു പെണ്ണ് നിങ്ങളെ കാണാൻ ഇവിടെ വന്നിരുന്നില്ലേ? ആര് പറഞ്ഞു? പാർവതി. അതൊരു ഡ്യൂപ്പ് ഇടുന്ന പെണ്ണ. അലീക്കയോട് പറഞ്ഞൊരു വർക്ക് കൊടുപ്പിക്കണമെന്ന കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഹസീന, എന്നെ വിശ്വസിക്കൂ പെണ്ണെ. വിശ്വസിക്കട്ടെ. നമുക്ക് വിശ്വാസമായി. എപ്പോഴും ഹസീനയ്ക്ക് എന്നെ വിശ്വസിക്കാം. എപ്പോഴും. നമ്മൾ പോട്ടെ. ഹസീന, ഹസീന, നമ്മുടെ കൊച്ചുകൂരയിലേക്ക് നീ വരരുത്. അതൊന്നിന്റെ അന്തസ്സിന് യോജിച്ചതല്ല. അതൊക്കെ നമ്മൾ നോക്കിക്കോളാം. വീട്ടിൽ ഇരുന്നിട്ട് ഒരു സമാധാനം ഇല്ലാഞ്ഞിട്ടാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ പോട്ടെ. ഇക്ക വരാൻ നേരമായി. സന്ധ്യക്കാണോ ഇവിടെ തുണി നനയ്ക്കുന്നത്? ദാ വരുന്നു അമ്മേ.
പാർവതിയമ്മേ, നീ ഹസീനയെ കണ്ടിരുന്നു? കണ്ടു. എന്നെ പറ്റി വല്ലതും പറഞ്ഞോ? പറഞ്ഞു. ഞങ്ങളെ പിണക്കാനാണോ നിന്റെ ഭാവം? നിങ്ങളോട് അവൾ ഇണങ്ങുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൾ എന്റെ കൂട്ടുകാരിയായതുകൊണ്ട് അവളുടെ ജീവിതത്തിന് ഞാൻ നിലകൽപ്പിക്കുന്നു. ഇടപെട്ടേ തീരൂ. എന്റെ കാര്യത്തിൽ കൈകടത്തുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല. ഭയപ്പെടുത്തണ്ട. നീ ദുഃഖിക്കും. റഹീമാണ് പറയുന്നത്. രൂപ 25 പൈസ. സോറി, മരുന്നിവിടെ വച്ചേക്കൂ. പണം തികയത്തില്ല. ഞാനിതാ വരുന്നു. എടാ പതുക്കെ പതുക്കെ. എടാ കൃഷ്ണ, എല്ലിനെ വല്ലതും പറ്റിയുണ്ടോടാ? ഇല്ല. പതുക്കെ. എന്നാൽ നമുക്ക് തൈലം വാങ്ങിട്ട് വരാം. ഞാൻ നോക്കട്ടെ. എന്റെ കയ്യിൽ 10 രൂപയുള്ളൂ. നോക്കട്ടെ. എന്റെ കയ്യിൽ 2 രൂപയുള്ളൂ. കൃഷ്ണേട്ടാ, എന്താ പാർവതി? അമ്മയ്ക്ക് സുഖമില്ല. എന്തു പറ്റി? തല ചുറ്റി സ്കൂളിൽ വീണു. വിവരങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. ഡോക്ടർ മരുന്നിനെ കുറിച്ച് തന്നു. എന്റെ കയ്യിലുള്ള പണം തികയില്ല. വാസു, ആ രൂപയും കൊടുത്തേക്ക്. അപ്പൊ തൈലം കൊടുക്കാനല്ലേ പറഞ്ഞത്? കൃഷ്ണേട്ടൻ അങ്ങോട്ട് വരണം. നിന്റെ ആൾക്കാരെ സ്നേഹിക്കുന്ന പിന്നിലെ ഡെഫാൽ എന്താണാവോ? റഹീം, നീ എന്തിനാ കിടന്ന് ചൂടാവുന്നത്? ഓ, നിന്റെ സ്ഥിരം കസ്റ്റമർ ആയിരിക്കും. അതുകൊണ്ടല്ലേ പണം എടുത്ത് പുല്ല് പോലെ കൊടുക്കുന്നത്. റഹീമേ, നീ അനാവശ്യം പറയരുത്. ഇതാ കൃഷ്ണേട്ട പണം. അത് പാർവതി, ക്ഷമിക്കൂ. ഹസീനോട് പറഞ്ഞില്ല, ഓർമ്മയുണ്ടല്ലോ. റഹീം, പാർവതിപ്പിക്കൂ. പോയി മരുന്ന് വാങ്ങിക്കും. ഞാനിതാ വരുന്നു. ഞാൻ നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? നീ എന്താടാ പറഞ്ഞത്? അവളൊരു തെരുവ് വീശിയാണ്. നീ എന്താടാ പറഞ്ഞത്? അവൾ നിന്റെ ഡെഫാൽ. നിന്നെ ഞാൻ വേണ്ട വിഷയട്ടെ. അവൾ നിന്റെ ഡെഫാലാണോ? എന്നെ കാണിക്കുന്നു. നല്ലടാ. ജപ്പാനിട്ട് ജപ്പാൻ. നീ ഇനി പാർവതിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ടീച്ചർ കൃഷ്ണ, ടീച്ചർ കൃഷ്ണ,
എന്റെ മോൾ എവിടെ? മരുന്ന് വാങ്ങാൻ പോയിരിക്കുകയാണ്, ഇപ്പൊ വരും. അവിടെ ഇരിപ്പുണ്ട്. വായിക്കേ. എനിക്ക് വായിക്കാൻ അറിയില്ല. പാർവതി, എന്താ ഇത്? ഇത് കഴിക്കൂ. വേണ്ട കൃഷ്ണേട്ടാ. പാർവതി പത്നി കിടക്കുന്നതുകൊണ്ട് മരിച്ചുപോയ ഭാർഗവി ടീച്ചർ തിരിച്ചു വരുമോ? മരിച്ചുപോയ അമ്മയുടെ ആത്മാവ് പാർവതി പത്നി കിടക്കുന്നുണ്ട്, ദുഃഖിക്കും. ഇത് കഴിക്കൂ. കഴിക്കാൻ. മഠേ, നല്ല ശരീരം, ഒരു ഫോണും കാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കിട്ടുന്നതിന്റെ 10 ഇരട്ടി കിട്ടുമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ മറ്റേതാണെന്ന് പറയാൻ ഒക്കത്തില്ല പവിത്ര. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും തൊഴിൽ നെറ്റിലെഴുതി വിട്ടിട്ടല്ലേ നടക്കുന്നത്. എടാ ശിവജി, ഇവിടെ കിടന്ന് കറങ്ങാതെ ബോംബെക്ക് മറ്റോ വണ്ടി കയറാൻ പറയടാ. പെട്ടെന്നുള്ള ട്രാൻസ്ഫർ പറ്റത്തില്ലളിയാ. ഇവിടെയുള്ള കസ്റ്റമേഴ്സിനോട് ആര് മറുപടി പറയും? അല്ലേ പാർവതിക്കുട്ടി? മനുഷ്യൻ ഇത്രമാത്രം അകപ്പതിക്കരുത്. ദൈവം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ആരംഭിച്ചിട്ടേ ഉള്ളൂ മോളെ. ടഫാലേക്ക് ടഫാൽ. സൂക്ഷിച്ച് പോരാ മോളെ. കൃഷ്ണേട്ടാ, ഞാൻ പോകുന്നു. എങ്ങോട്ട്? ഇനി എനിക്കിവിടെ ആരുമില്ലല്ലോ. അതുകൊണ്ട് അമ്മ കൃഷ്ണേട്ടനോട് പറഞ്ഞിട്ടില്ലേ ഒരു അമ്മാവനെ കുറിച്ച്? ആകെ ബന്ധുവായി ആ അമ്മാവൻ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ അങ്ങോട്ട് പോകുന്നു. നിങ്ങൾ എല്ലാ സ്വത്തുക്കളും പറ്റിച്ച് കൈക്കലാക്കിയ ആ അമ്മാവനല്ലേ? ആ അതെ. അയാളല്ലേ നിങ്ങളെ രണ്ടുപേരെ ഇറക്കി വിട്ടത്? അങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ട് ഞാൻ പോവും? കരയരുത്. പാർവതിക്ക് ഞാനുണ്ട്. ആരോരുമില്ലാതെ ഈ തെരുവിൽ പിറന്നുവനെ എനിക്ക് താങ്ങും തണലുമായിരുന്നത് ഭാർഗവി ടീച്ചറെ. ആ അമ്മയുടെ മകൾ ഒരിക്കലും അനാഥയായിക്കൂടാ. ആരെയും വിഷമിപ്പിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ശരി, എങ്കിൽ ഞാൻ കൊണ്ടാക്കാം. അടങ്ങിരും. ഒരു നമസ്തേ. എന്താ? ഹെഡ് മിസ്ട്രസിനെ ഒന്ന് കാണണം. ഞാനാണ് ഹെഡ് മിസ്ട്രസ്. എന്താ കാര്യം? മരിച്ചുപോയ ഭാർഗവി ടീച്ചറിന്റെ മകളാണ് പാർവതി. അതെയോ? ഇരിക്കൂ.
ടീച്ചർ മരിച്ച ശേഷം പാർവതി ഒറ്റയ്ക്കാണ്. സഹായിക്കാൻ ആരുമില്ല. ഇവിടെ ഒരു ജോലി കൊടുത്താൽ പാർവതി BA വരെ പഠിച്ചിട്ടുണ്ട്. ജോലി കൊടുക്കണമെന്നുണ്ട്, പക്ഷേ വേക്കൻസി ഇല്ലല്ലോ. കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവരായിരുന്ന ഭാർഗവി ടീച്ചറിന്റെ മകൾക്ക് ഒരു വേക്കൻസി ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ വാട്ട് ക്യാൻ യു ഡു മിസ്റ്റർ മോഹൻ? ഇഫ് യു കാൻ ഡു എനിത്തിങ് ഐ ക്യാൻ ഡു സംതിങ്. ഞാൻ എന്റെ ജോലി രാജിവെക്കാം. ആ പ്ലേസിൽ ഈ കുട്ടി അപ്പോയിന്റ് ചെയ്യാലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി കിട്ടുക പ്രയാസമുള്ളൊരു കാര്യമല്ല. ആ മാഡം, നമ്മുടെ എലിസബത്ത് മാത്യു വോളണ്ടറി റിട്ടയർമെന്റ് ചോദിച്ചിരിക്കല്ലേ, അവരുടെ വേക്കൻസിയിൽ ഈ കുട്ടിയെ പോസ്റ്റ് ചെയ്തൂടെ? സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. എങ്കിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ജോലിയിൽ ജോയിൻ ചെയ്തോളൂ. വൺ ടു. ഓ തുടങ്ങിയോ? നിങ്ങൾ എന്താ ഈ കിടന്ന് കാണിക്കുന്നത്? അസല് സെപ്പാവറോധം കലക്കണം. ആ ഇങ്ങനെ സെപ്പിട്ടാലേ കിടന്ന് കലങ്ങുന്ന നമ്മളാ. ചുമ്മാ അല്ല ആൾക്കാർ നിങ്ങളെ മണ്ടൻ മുരാരി എന്ന് വിളിക്കുന്നത്. എന്താ മാഷും മാഷിച്ചും തമ്മിൽ ഒരു തില്ലാന? ജീവിതത്തിൽ ആദ്യമായി നമ്മുടെ മുരുകൻ സാറിന്റെ കമ്പനിയിൽ നിന്ന് ഒരു പടം കിട്ടിയതാ. കിട്ടിയോ? മുരുകൻ സാറ് പടമോ? ആ കലയിൽ വിവരമുള്ളവൻ അദ്ദേഹത്തിന് തിരിച്ചറിയാം. ഇനി ഇതും വെച്ചുകൊണ്ട് ഒരു കയറ്റമുണ്ട്. വ്യാഴത്തിന്റെ ചേഞ്ചാ. വ്യാഴവും ബുധനും. എടോ മണ്ടൻ മുരാരി, സ്വീക്കൻസ് എന്താണെന്ന് അറിയാമോ? അയ്യോ, അഡ്വാൻസ് കിട്ടിയപ്പോ ഞാൻ അതുകൊണ്ട് മറന്നു പർവ്വതം. ഒരു 14കാരൻ വിദ്യാർത്ഥിയും ഒരു 13കാരി വിദ്യാർത്ഥിനിയും തമ്മിൽ പ്രേമം. അവരുടെ ഇമാജിനേഷനിൽ സോ. അയ്യോ അയ്യോ. സ്കൂൾ കുട്ടികളുടെ റൊമാൻസോ? ഞാനേറ്റു. ഞാൻ അതിന്റെ ഒരു കാലനല്ലേ. ഒരു 4 ഡ്രസ് ചേഞ്ച്, ഒരു ഊക്കൽ സാധനം ഫിറ്റ് ചെയ്യാം. നീ ടൈപ്പ് ഓൺ ചെയ്യും. ഇതേ കേട്ടോളണം. സുനങ്ങളിൽ നിഷാദം സ്നേഹഗീതങ്ങളിൽ എപ്പോഴും ഒന്നു കാണാൻ എന്തിനു വെറും മോഹം. ലലാ സുഹാസം അധരസൂനങ്ങളിൽ നിഷാദം സ്നേഹഗീതങ്ങളിൽ എപ്പോഴും ഒന്നു കാണാൻ എന്തിനോ വെറും മോഹം. സുഹാസം അധരസൂനങ്ങളിൽ നിഷാദം സ്നേഹഗീതങ്ങളിൽ. പക്ഷി നിന്നെ കണി കാണാൻ കൊതിയുമായി മിഴി തുറക്കാതെ വാ നീ. സുഹാസം അധരസൂനങ്ങളിൽ നിഷാദം സ്നേഹഗീതങ്ങളിൽ എപ്പോഴും ഒന്നു കാണാൻ എന്തിനോ വെറും മോഹം. സുഹാസം അധരസൂനങ്ങളിൽ നിഷാദം സ്നേഹഗീതങ്ങളിൽ.
ക്ഷണിച്ചു ഇണപക്ഷി നിന്നെ താരുണ്യ തളിരുണ്ണാൻ ക്ഷണിച്ചു ഇണപക്ഷി നിന്നെ പിന്നെയും എന്തിനീ മോഹഭംഗം നിന്നിൽ സുഹാസം അധരസൂനങ്ങളിൽ നിഷാദം സ്നേഹഗീതങ്ങളിൽ എപ്പോഴും ഒന്നു കാണാൻ എന്തിനോ വെറും മോഹം സുഹാസം അധരസൂനങ്ങളിൽ നിഷാദം സ്നേഹഗീതങ്ങളിൽ. എങ്ങനെ ഉണ്ടാ ഇന്ത്യനും യൂറോപ്പും ചേർന്ന ഒരു മിക്സർ? ഇത് കലക്കും. ഇതിന് മാസ്റ്റർക്ക് ഒരു അവാർഡാ. ഉഗ്രൻ. ഉഗ്രൻ എന്ന് വെച്ചാൽ ഉഗ്രൻ. പക്ഷെ ഒരു കാര്യം, പർവ്വതം ചേച്ചിക്ക് വല്ല നെയ്യോ മറ്റോ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. കൃഷ്ണേട്ടാ, എന്താ പറയുന്നത്? എനിക്ക് ശമ്പളം കിട്ടി, ഇത് വാങ്ങിക്കൂ. ഞാനോ? ആദ്യ ശമ്പളം വാങ്ങി അമ്മയുടെ കയ്യിൽ കൊടുക്കണമെന്ന് മോഹം ഉണ്ടായിരുന്നു, സാധിച്ചില്ല. കൃഷ്ണേട്ടൻ ഇത് വാങ്ങൂ. ഭാർഗവി ടീച്ചറിന്റെ സ്ഥാനത്ത് നിന്ന് എനിക്കിത് വാങ്ങാനുള്ള യോഗ്യത ഇല്ല പാർവതി. കൃഷ്ണേട്ടൻ ഇത് വാങ്ങി വെക്കൂ. നീ ഇത് പറഞ്ഞത് എനിക്ക് സന്തോഷമായി. എന്നാലും ഇത് വാങ്ങിക്കൂ, എനിക്ക് മറ്റാരും ഇല്ലല്ലോ. പാർവതി, നീ ഒരു ടീച്ചറിന്റെ അന്തസ്സോടെ സ്കൂളിൽ പോകണം. അതുകൊണ്ട് 20 രൂപ കുറച്ച് ഡ്രസ് വാങ്ങിച്ചു. 50 രൂപ കൃഷ്ണ എടുത്തോളാം. ആകാശമെവിടെ കണ്ടില്ല. കൃഷ്ണൻ ആരുമില്ല, വാസുവില്ല, റഹീമില്ല, ആകാശമില്ല, ഭൂമിയില്ല. കൃഷ്ണേട്ടാ, പതുക്കെ. അതെ, കൃഷ്ണൻ ആരുമില്ല, കൃഷ്ണൻ ആർക്കും വേണ്ട. ഇങ്ങനെ കുടിച്ച് നശിക്കണോ കൃഷ്ണേട്ടാ? കുടിച്ചാലും കുടിച്ചില്ലേലും കൃഷ്ണൻ നശിക്കും. നശിക്കും എന്നുള്ള ഈ വിചാരമാണ് ആദ്യം മാറ്റേണ്ടത്. എന്തിനാ? കൃഷ്ണേട്ടൻ അകത്തേക്ക് വരൂ. ഒരു വിവാഹം കഴിഞ്ഞാൽ കൃഷ്ണേട്ടന്റെ ഭാര്യ എത്രമാത്രം ദുഃഖിക്കും, അതുപോലെ കൃഷ്ണേട്ടന്റെ കുഞ്ഞുങ്ങളും. എനിക്ക് വിവാഹോ കുഞ്ഞുങ്ങളോ? ചിരിക്കരുത്. കൃഷ്ണേട്ടനെ സ്നേഹിക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടായിക്കൂടെ? എന്നെ സ്നേഹിക്കാൻ ഒരു പെൺകുട്ടിയോ ഉണ്ടാവുമോ പാർവതി? തീർച്ചയായും ഉണ്ടാവും. തൊഴിൽ സ്റ്റാൻഡ് ഡിഷിം ഡിഷിം. ജീവിച്ചാ ജീവിച്ചു, മരിച്ചാ മരിച്ചു. 4 അക്ഷരം മര്യാദയ്ക്ക് എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല. ഈ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് എഴുതാനും വായിക്കാനും പഠിച്ചൂടെ? ഇനിയോ ഈ 90 വയസ്സിലോ? സമയം വൈകിട്ടില്ല. എഴുതാനും വായിക്കാനും അറിയാത്തതിൽ ദുഃഖം തോന്നിയിട്ടില്ലേ? ഒരിക്കൽ ദുഃഖം തോന്നി പാർവതി. ടീച്ചർ മരിക്കാൻ കിടക്കുമ്പോ രാമായണം വായിക്കാൻ പറഞ്ഞു. അന്ന് മാത്രം കൃഷ്ണൻ വേദനിച്ചു. കൃഷ്ണേട്ടൻ പഠിക്കണം. പാർവതി എന്നെ പഠിപ്പിക്കോ? തീർച്ചയായും. പക്ഷേ ഇനി കുടിക്കില്ലെന്ന് സത്യം ചെയ്യണം. കൃഷ്ണേട്ടാ,
പറയൂ കുടിക്കില്ലെന്ന്. അത് വേണോ? വേണം. അല്ല, ഈ ചിലപ്പോ ശകലം കുടിച്ചു പോയാൽ കുടിക്കണ്ട. ശരി. സത്യം സത്യം. അത് മതി. ആ കൃഷ്ണേട്ടാ ഒന്ന് നിൽക്കൂ. എനിക്ക് സാരിയും ബ്ലൗസും ഒക്കെ വാങ്ങി. വളരെ നന്നായി. ഇത് കൃഷ്ണേട്ടന്. എനിക്കോ? വാങ്ങോ കൃഷ്ണേട്ടാ. എന്താ ഇഷ്ടമായോ? നാളെ തന്നെ തുന്നാൻ കൊടുക്കണം. ഇത് എനിക്ക് ആദ്യമായി കിട്ടുന്ന സമ്മാനമാണ്. എന്റെ കൈ നല്ലതാണ്. ഞാൻ പോട്ടെ. പാവം കൃഷ്ണേട്ടൻ. ഇന്നൊന്ന് ആഘോഷിക്കാം കൃഷ്ണ. അടിച്ച് ഫിറ്റാവാം. അല്ല, ഇനി കുടിക്കില്ലെന്ന് പാർവതിയോട് സത്യം ചെയ്തല്ലോ. വേണ്ട കൃഷ്ണ, കുടിക്കണ്ട. ആ കൃഷ്ണേട്ടൻ വന്നല്ലോ. ഇരിക്കൂ. ഇരുന്നാ മതി. ഇരിക്കൂ. എന്തിനാ ഇതൊക്കെ? പഠിക്കാൻ ആരംഭിക്കല്ലേ? അമ്മയെ ഓർത്ത് അവിടെ വച്ചേക്കും. ഇരിക്കൂ. ആ എഴുതൂ.
ഇവിടെ പവിത്ര അങ്ങോട്ട് നോക്കി എപ്പോ നോക്കിയാലും അവന്റെ ഒരു പുസ്തകം വായന. 5-6 മാസമായി ഞാൻ കാണുന്നു. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അവന്റെ ഒരു പുസ്തകം. അവൻ എന്തെങ്കിലും വായിച്ചോട്ടെ, നിനക്കെന്ത് വേണം? നീയാ നന്നാവൂല, മറ്റുള്ളവര് നന്നാവൂല, അസൂയും. ഇവിടെ വാസുവേ, അത് ഞമ്മക്കിട്ടൊരു ഡഫാലാണല്ലോടാ. ഞാൻ പാവത്തോണ്ട് പറഞ്ഞതാ. പാർവതിയാ കേട്ടോ അവനെ വഷളാക്കിയത്. പണ്ട് കൃഷ്ണൻ എന്ത് യോഗ്യനായിരുന്നു. കയ്യിലുള്ളത് മുഴുവൻ ചെലവാക്കി നമുക്ക് കുപ്പി വാങ്ങി തന്നിരുന്നു. ഇപ്പോഴല്ല അവൾക്കാ. അവൻ നന്നാവണമെങ്കിലേ ആ പെണ്ണിനെ ഇവിടുന്ന് ഓടിക്കണം, പാർവതിയെ. പവിത്ര, അതിന് ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. വിളിച്ചോ മാഡം? ആ, പാർവതി ഇതൊന്ന് വായിച്ചു നോക്കൂ. എന്താ മാഡം? വായിക്കൂ. ഇതൊക്കെ നുണയാണ് മാഡം. പാർവതി, ആരും തുണയില്ലാത്ത പെൺകുട്ടികളെ കുറിച്ച് അപവാദം പറയാൻ ചില തെമ്മാടികൾ കാണും. അതൊന്നും ഓർത്ത് ഒരിക്കലും വേദനിക്കരുത്. ബഹുമാനപ്പെട്ട ടീച്ചർ, നിങ്ങളുടെ സ്കൂളിലെ പാർവതി ടീച്ചർ സ്വഭാവ ദൂഷ്യമുള്ളവളും കൃഷ്ണൻ എന്നൊരാളുടെ വെപ്പാട്ടിയുമാകുന്നു. ഇനി അവളെ സ്കൂളിൽ അധ്യാപികയായി തുടരാൻ അനുവദിക്കുന്നത് നിങ്ങളുടെ സ്കൂളിന്റെ അന്തസ്സിന് ചേർന്നതല്ല, ഒരു അഭ്യുദയാംക്ഷി. ഈ കത്ത് എഴുതിയത് ആരാണെന്ന് എനിക്കറിയാം. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ തെരുവിൽ കിടന്ന് വളർന്നവനല്ലേ ഞാൻ. ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നറിയാം. ഏതാ വരുന്നു. നീയാണോ ഈ കത്ത് എഴുതിയത്? ആണെന്ന് വെച്ചു. റഹിമേ, നീ ഇത്ര തരംതാണ് പോലടാ. മതിയടാ, മതി, നിർത്ത്. ഇനി ഒരിക്കൽ നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ എന്താ, നീ എന്നെ അടിക്കൂ? അടിക്കാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല, നിന്നെപ്പോലുള്ള വിവരദോഷികളെ അടിച്ചിട്ട് ഫലമില്ല. അവന്റെ ഒരു വിവരം. കൃഷ്ണൻ നീയുമായുള്ള പിണക്കം ഇനിയും തീർന്നില്ലേ? പിണങ്ങിയാൽ പിന്നെ ഇണങ്ങുന്നവനല്ല ഞാൻ. അവനായി അവന്റെ പാടായി. പോകാൻ പറയണം അവനോട്. പിന്നെ എന്തൊക്കെയുണ്ട് റഹീമിക്ക? നീ കൃഷ്ണനോട് പോയി ചോദിടാ. അതിന് എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? അല്ല, നീ അവന്റെ ഡഫാലല്ലേ? എനിക്ക് രണ്ടുപേരും ഒരുപോലെയാ. അവന്റെ കൂടെ നടക്കുന്നവൻ എന്റെ അടുത്ത് ഒരു ഡഫാലിന് വേണ്ട. ഒരേ വരൂ. നീ വയ്ക്കോ. ഇനി സുൽത്താനും ബീവിയും ഒരു സാമ്രാജ്യം പണിയട്ടെ, അല്ലേ ഹസീന? മാളികയിൽ നിന്നും കുടിലിലേക്ക് വരാൻ ഏതെങ്കിലും പെൺകുട്ടി ഇഷ്ടപ്പെടുമോ ഹസീന? സ്നേഹിച്ച പുരുഷന്റെ കൂടെ എങ്ങനെ ജീവിക്കാനും ഏത് പെണ്ണിനും കഴിയുന്നത്. അതിനാ ഈ രാത്രിയിൽ നീണ്ട ഇവിടെ അലിക്ക നമുക്ക് വേറൊരു നിക്കാഹ് നിശ്ചയിച്ചിരുന്നു. നമ്മൾ ഇങ്ങോട്ട് പോന്നു. എന്തിനു? റഹീംഖാന്റെ കൂടെ ജീവിക്കാൻ. ഹസീന, നീ എന്തേ കാണിച്ചത്? ഹസീന മടങ്ങിപ്പോ, ഞാൻ കൊണ്ടാക്കി തരാം. ഒക്കെ അറിഞ്ഞാൽ. നിന്റെ ഉപദേശമൊന്നും ആരും ചോദിച്ചില്ല. അറിയിപ്പോടി വെളിയിൽ. നിന്നോടാ പറഞ്ഞത്. റഹീം, വെളിയില്. അയ്യോ നിക്ക, നീ പുറത്തേക്ക് വരണോ? ഞാൻ അകത്തേക്ക് വരണോ? നീ പോയില്ലേ?
അങ്ങനെ പേടിച്ചു ജീവിക്കാൻ ഈ റഹീമിന് കഴിയില്ല. നീ എന്റെ പെങ്ങളെ ഞാൻ കടത്തിക്കൊണ്ട് പോന്നു. ഞാൻ ഇവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. നീ വാ. കൃഷ്ണേട്ടാ, ആ റഹീമിനെ അലിക്കായും കൂട്ടരും ചേർന്ന് തല്ലുന്നു. അവിടെ കിടന്ന് കൊള്ളട്ടെ. ഹസീനെ ഒന്ന് കരയുന്നു കൃഷ്ണേട്ടാ. അവളെങ്ങനെ അവിടെ വന്നു? റഹീമിന്റെ കൂടെ ഒളിച്ചോടി വന്നതാ. ഇങ്ങനത്തെ ബുദ്ധിയില്ലാത്ത പെണ്ണ്. നീ വാ. മകൻ കാളയള നിന്റെ ഒരു ചീടി. ഏത് പടവാ? വെട്ടില ഗുണ്ടുണ്ടു. തെലുങ്ക് പടവാ. തെലുങ്ക് ഞങ്ങൾ അടിയാൻ കഴിഞ്ഞു. എന്നാ എനിക്ക് കുപ്പി രണ്ടെണ്ണ റഹീമിന്റെ വക. നമ്മുടെ കൃഷ്ണൻ ഹസീനയുടെയും റഹീമിന്റെയും കാര്യത്തിൽ കേറി അങ്ങ് ഇടപെട്ടു. ഒടുവിൽ എന്തായി? കൃഷ്ണന്റെ അഭിപ്രായത്തിൽ അത് നീക്കി അങ്ങ് വഴങ്ങി. അപ്പോ കൃഷ്ണന്റെയും റഹീമിന്റെയും പഴയൊക്കെ തീർന്നു. എടാ, ഹസീനയ്ക്ക് വേണ്ടി എത്ര നാണം കിടാൻ അവൻ ഒരുക്കമാ. ഏതായാലും അവൻ പിടിച്ച കൊമ്പേ ബാക്ക് പേപ്പറാ. അടുത്ത വെള്ളിയാഴ്ചയാ അവന്റെ നിക്കാഹ്. എന്താ അമീന മോളെ? മോള് റഹീം കൈക്ക് ഉപകാരം ചെയ്യാം. എന്റെ ചായ വേണോ? വേണ്ട, ശബ്ദത്ത് അതൊന്നും വേണ്ട. മോക്ക് പാർവതി ടീച്ചറിനെ അറിയാമോ? ഒന്ന് പോയി വിളിച്ചോണ്ട് വരാം. ഒരു സ്മാർട്ട് ചെറുപ്പക്കാരന് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ബുദ്ധികളും റഹീമിനുണ്ട്. അതായത് അവൻ ശുദ്ധനെന്നർത്ഥം. അല്ല, ഞാനും സുഖമായിട്ട് ജീവിക്കണം. അല്ല, ഞാനൊരു ചെറിയൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. എന്നെ വിളിച്ചത് പാർവതിയോട് മാപ്പ് ചോദിക്കാനാണ് ഞാൻ വിളിപ്പിച്ചത്. എന്നോട് ക്ഷമിക്കണം. സാരമില്ല. ഞാൻ വളരെ ദ്രോഹിച്ചിട്ടുണ്ട്. മാപ്പ്. എനിക്കൊരു അപേക്ഷയുണ്ട് റഹീമുക്ക. എന്താ പാർവതി? ഹസീന പാവമാണ്. അവളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. പാർവതി, ഞാൻ പഴയ റഹീമല്ല. അള്ളാഹുവിന്റെ മേൽ ആണയിട്ട് ഞാൻ പറയുന്നു, എന്റെ ഹസീനെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല. ആണിനും പെണ്ണിനും സ്നേഹം ഒരുപോലെ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഒരു ശക്തിക്കും അവരെ വേർതിരിക്കാനാവില്ല. നിങ്ങളെ അകറ്റാൻ കുറെയൊക്കെ ഞാനും ശ്രമിച്ചതല്ലേ. അതൊക്കെ പഴയ കഥ. ആരെന്ത് പറഞ്ഞാലും എന്റെ ഹസീനെ എന്നെ മറക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് സന്തോഷമായി. ഈശ്വരൻ നിങ്ങൾ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ.
എന്തിനാണീ കള്ളവേല പൊന്നുമോനെ ചെല്ലു വേഗം റഹീമേ 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 കസവു തട്ടം ഇട്ട് മൂടിയ കരിമ്പിൻ തുണ്ട് സ്വന്തമായ റഹീമേ 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 മാനത്ത് നിന്നൊരു മുത്തുപോലെ പൂമണിമാരന് മധുരം പോലെ പൊന്നിട്ട പെണ്ണ് വരുന്നുണ്ട് ഇടനെഞ്ച് പടപട തുടിക്കണുണ്ട് പുറപ്പെടു നേരമായി ഹസീന 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 എന്തിനാണേ കള്ളനാണം പൊന്നുമോളെ ചെല്ലു വേഗം ഹസീന 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 പുതുമരനവളയും വിക്കിളിയാക്കും മണിമണി പോലൊരു ചിരിയും വിടരും ചുണ്ടിൽ മുന്തിരി പൂക്കണുണ്ടേ പുതുക്കപ്പുന്തേ നിറ നിറയണുണ്ടേ പുറപ്പെടു നേരമായി റഹീമേ 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 എന്തിനാണീ കള്ളവേല പൊന്നുമോനെ ചെല്ലു വേഗം റഹീമേ 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 എന്തിനാണേ കള്ളനാണം പൊന്നുമോളെ ചെല്ലു വേഗം ഹസീന 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 കൽബിൽ മുഹബത്തുമായി വരണുണ്ടേ മണവളൻ മണിയറിൽ കേറണുണ്ടേ കൽബിൽ മുഹബത്തുമായി വരണുണ്ടേ മണവളൻ മണിയറിൽ കേറണുണ്ടേ കസവിന്റെ തട്ടം മാറ്റി കവിളത്ത് മുത്തം നൽകി കസവിന്റെ തട്ടം മാറ്റി കവിളത്ത് മുത്തം നൽകി അവളെ മയക്കിയെടുത്തേരേ അവളെ മയക്കിയെടുത്തേരേ മാൻമിഴി മണവാട്ടി വരണുണ്ടേ ഇടമൈ മണിയറിൽ കേറണുണ്ടേ മാൻമിഴി മണവാട്ടി വരണുണ്ടേ ഇടമൈ മണിയറിൽ കേറണുണ്ടേ അകത്തേക്ക് കയറി നീ കിളിവാതിലടച്ചിട്ട് അകത്തേക്ക് കയറി നീ കിളിവാതിലടച്ചിട്ട് അവനെ കറക്കിയെടുത്തേരെ പിന്നെ നിങ്ങൾ മനം പോലെ രസിച്ചേരേ നിങ്ങൾ മനം പോലെ രസിച്ചേരേ കണ്ണനാന കാണിലാന കണ്ണനാന കാണിലാന കാണിന കാണിനലാ കാണിന കാണിനലാ അപ്പോ അതാണ് രേഖയുടെ ജനനം ഒരു സുംബെ. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരായ ആരുമായും എന്റെ കഥയ്ക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ജോസ് സാർ പടം ചെയ്യുന്നതല്ലേ? അതെ, എന്റെ സിനിമ എന്റേത് മാത്രമായിരിക്കും. പ്രചോദനം ആരുടെയുമില്ല. നോ നോ. നോക്കൂ, ലോകപ്രശസ്തരായ സംവിധായകരെടുക്കൂ. ഫെലിനി, വിക്ടർ ഡിസേക്ക, കുറോസാവ്. അവരുടെ ചിത്രങ്ങളിൽ അവരുടെ ശൈലി കാണുന്നു. അതുപോലെ എന്റെ ചിത്രങ്ങളിൽ എന്റെ ശൈലി. ഗുഡ്. എന്താ പിക്ചർ ചെയ്യുന്നത്? ഒരു സോങ് ആണ്. ആ, ഏതാ മാസ്റ്റർ? ഞാൻ കമ്പോസ് ചെയ്ത് കഴിഞ്ഞു. പാട്ടിടാൻ പറയട്ടെ? ഏയ് വേണ്ട വേണ്ട. ക്യാമറ ഇവിടെ. ഹീറോ എവിടെ?
വരൂ 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 ഇവിടെ നിൽക്കൂ, ഞാൻ കാണിച്ചു തരാം. എവിടെ നോക്കൂ, ഹീറോ നടക്കുന്നു നടക്കുന്നു നടക്കുന്നു. ഒരു പാറക്കല്ല് കാണും, അതിന്മേൽ കയറിയിരിക്കുന്നു. എഴുന്നേൽക്കുന്നു, വീണ്ടും ഇരിക്കുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, വീണ്ടും ഇരിക്കുന്നു, അവസാനമായി എഴുന്നേൽക്കുന്നു. പാട്ട് ഓവർ. ഒറ്റ ഷോട്ട്, ഒരു പാട്ട്. ആശാൻ നമ്മുടെ മുരാരി മാസ്റ്ററിലെ വരുന്നത്. തന്നെ തന്നെ തന്നെ. ആ, ഞാനിപ്പോ വരാം, ഇപ്പൊ വരാം. ഇതേതാണ് മാഷ കാറ്? എന്റെ കാർ. വാങ്ങിയതാണോ? പിന്നെ വാങ്ങാതെ ആരെങ്കിലും വെറുതെ തരും? ദിവസം 4-5 കാൾ ഷീറ്റാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ പറന്നെത്താൻ നോക്കൂ. ഇത്രയേറെ പടങ്ങളോ? ചവറ പോലെ. ഞാനില്ലാതെ ഇപ്പൊ ഒരൊറ്റ ആർട്ട് ഫിലിംകാരും പടം എടുക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഐ ആം എ മസ്റ്റ്. ഭാഗ്യവാൻ. അല്ല, റേറ്റിംഗ് കയറി കഴിഞ്ഞു. ഭാഗ്യവാൻ. ഒക്കിനാവയിൽ ഗോൾഡ് മെഡൽ നേടിയ തണുപ്പേ നിന്നിൽ ചൂടോ എന്ന എന്റെ ചിത്രം കണ്ടിട്ട് സുപ്രസിദ്ധ ഹംഗേറിയൻ സംവിധായകനായ ഡൊണാൾഡ് ഗോൾഫിൻ ചോദിച്ചു, ആരാ ഈ ചിത്രത്തിന്റെ നൃത്ത സംവിധായകൻ എന്ന്. ഇനി എനിക്ക് കമേഴ്ഷ്യൽ സിനിമ വേണ്ട, എന്റെ ലൈഫേ ആർട്ടായി കഴിഞ്ഞിരിക്കും. ഹംഗറിയിൽ പോയിട്ടുണ്ടോ മാഷെ? അവിടെ ബറോട്ട, പിന്നെ ഗുംഫു, അതാണ് അവിടുത്തെ അടി. നിന്റെ ഈ നാടനടി ഒന്നും അവിടെ വില പോകില്ല. മാഷെ ഇത് ഒട്ടിപ്പാണോ മാഷെ? ആ, എല്ലാം ഒരു ഒട്ടിപ്പല്ലേ. ഒറിജിനൽ ആർക്ക് വേണം? വരട്ടെ. ഇന്ന് 3 പടത്തിന്റെ ഷൂട്ടിംഗ്, 6 to 2, 2 to 6, 6 to 9. എല്ലാം വമ്പൻ താരങ്ങളാ, മൾട്ടി സ്റ്റാർ. എല്ലാവരും മുരാരിക്ക് വേണ്ടി വെയിറ്റിംഗ്. വെയിറ്റ് ചെയ്യട്ടെ. കുറെ കാലം ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തല്ലേ, ഇപ്പൊ അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. കേരള പർവ്വതം വരട്ടെ. ഹസീനയുടെ വിവാഹം ഭംഗിയായി കഴിഞ്ഞു അല്ലേ കൃഷ്ണേട്ട? അലിക്ക് സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവൾ ഭാഗ്യവതിയാണ്. ആഗ്രഹിച്ച ആളെ തന്നെ അവൾക്ക് കിട്ടി. ആത്മാർത്ഥതയോടെ എന്ത് മോഹിച്ചാലും മോഹിച്ചത് കിട്ടാതിരിക്കില്ല. മനസ്സ് അങ്ങനെയൊന്നും മനുഷ്യർക്കില്ലാതിരുന്നെങ്കിൽ അല്ലേ കൃഷ്ണേട്ട? എന്താ അങ്ങനെ തോന്നാൻ? വേദനിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മോഹിക്കുന്നത് മനസ്സിന്റെ സ്വഭാവമല്ലേ? മുത്തിന് വേണ്ടി മുങ്ങി ദുഃഖങ്ങൾ വാരിയെടുക്കുന്ന നീമല പോലെയാണ് മനസ്സ്. പാർവതി പഠിച്ച പെണ്ണാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ കൃഷ്ണന് മനസ്സിലായില്ല. പക്ഷേ കൃഷ്ണൻ എന്നറിയാം, എന്ത് മോഹിച്ചാലും ആത്മാർത്ഥയോടെ മോഹിക്കണം. എങ്കിൽ നടക്കും, തീർച്ച. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുമില്ല. നമ്മുടെ മുരുകൻ സാറിന്റെ ചിത്രം 9-ാം തീയതി റിലീസ് ഇല്ലെന്നാ പറഞ്ഞത്. ആ ചണ്ട് സീൻ കൈലാസ് കോണയിൽ വെച്ച് തന്നെ എടുക്കണമെന്നാ അങ്ങേര് പറയുന്നത്. കൈലാസ് കൊണ്ടല്ലേ? ഡൂപ്പ് ഷോട്ട് അല്ലേ? എന്നോട് പറഞ്ഞു. ഞാനില്ല. 5 ഭാര്യമാരും 27 മക്കളുമാ പട്ടിണിയാവുന്നത്. ഞാൻ കാണാമായിരുന്നു. പക്ഷെ ഈ ഹീറോയുടെ ശരീരഘടനയുമായി എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അവന് തമാശ പറയാൻ വേണ്ടി ഒരു സമയം. പ്രശ്നം ഞങ്ങൾ കണ്ടി യൂണിയനിൽ അവതരിപ്പിച്ചു. എത്ര സ്റ്റണ്ടുകാരന്മാർ വീണ് മരിച്ച സ്ഥലമാണ്. എന്നിട്ടും പ്രൊഡ്യൂസർ ഡയറക്ടർ മുരുകൻ സാറിന് അവിടെ ഷൂട്ട് ചെയ്യണം. മുരുകൻ സാറിനല്ല ഇവിടെ നിർബന്ധം. ഹീറോയുടെ സജഷനാ. സ്റ്റണ്ടുകാരല്ലേ, വീണ് ചത്താലും അവനത് പ്രശ്നമില്ല. അവന് നാട്ടോടെ പിന്നെ കേടി വാങ്ങാമല്ലോ. ഏതായാലും ആരും പോകുന്ന ലക്ഷണമൊന്നുമില്ല. അവനെ കൃഷ്ണനെ നമ്മുടെ മുരുകൻ സാർ സോപ്പിട്ട് ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കുക. ആന്ധ്രാപ്രദേശിലുള്ള കൈലാസ് കോണയിൽ വെച്ചാണ് ഷൂട്ടിംഗ്. വില്ലനും സംഘവും ചേർന്ന് നായികയെ ബലാത്സംഗം ചെയ്യുന്നു. അത് കണ്ടുകൊണ്ടുവരുന്ന നായകൻ വില്ലനുമായി ഏറ്റുമുട്ടും. ഫൈറ്റിനിടയിൽ വില്ലൻ നായികയും കൊണ്ട് മലമുകളിലോട്ട് കയറുന്നു. നായകൻ അത് കാണും. തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടത്തിന്റെ അരികിലൂടെ കയറി ചെന്നാൽ വില്ലനെ പിടികൂടാം. നായകൻ ഒരു കയറെറിഞ്ഞ് മരത്തിൽ കുരുക്കി അതിൽ പിടിച്ച് മെല്ലെ മെല്ലെ മേലോട്ട് കയറുന്നു.
ഇതാണ് സീക്വൻസ്. മനസ്സിലായോ? മനസ്സിലായി സാർ. ആ, ഇപ്പൊ ഞാൻ കൃഷ്ണനെ വിളിപ്പിച്ചത് മറ്റൊന്നിനുമല്ല. നാളെ തന്നെ നമുക്ക് ഈ രംഗം ചിത്രീകരിക്കണം. ഹീറോയിനും കാശ്മീരിൽ ഔട്ട്ഡോറിലാണ്. ഇനി ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ സമയത്തിന് ഈ ചിത്രം റിലീസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് വാസു ഹീറോയിന്റെ ഡൂപ്പിടട്ടെ. റേപ്പല്ലേ, ഇനിയിപ്പോ ഹീറോയിൻ വന്നാൽ തന്നെ വേണ്ടത്ര എക്സ്പോസ് ചെയ്യാൻ ഹീറോയിൻ സമ്മതിച്ചില്ല എന്ന് വരും. ഹീറോയിന്റെ ഡൂപ്പ് കൃഷ്ണൻ തന്നെ ഇടണം. സാർ, കൈലാസ് കോണ അറിയാം, അപകടം പിടിച്ച പണിയാണ്. ഷൂട്ടിങ്ങിനിടയിൽ അവിടെ വെച്ച് പലരും മരിച്ചിട്ടുമുണ്ട്, അതും അറിയാം. പക്ഷെ ഇത് എന്റെ ഒരു പ്രസ്റ്റീജ് ചിത്രമാണ്. ഒറ്റ ഫൈറ്റേഴ്സും ഈ റിസ്കി ഷോട്ട് എടുക്കാൻ തയ്യാറല്ല. പക്ഷേ കൃഷ്ണൻ ഇത് നിശ്ചയമായും ചെയ്യാൻ കഴിയും. കൃഷ്ണന് ഞാൻ 10,000 രൂപ തരും. കൃഷ്ണ, ഞാൻ ഹസീനയെ കണ്ട ആദ്യ ദിവസം തന്നെ അവിടെ മുഖത്ത് നോക്കി ഒരു ഒറ്റ കാറ്റ്. എടി പെണ്ണെ, എനിക്ക് നിന്നോട് പ്രേമമാണെന്നും നീ എന്റെ കൂടെ പൊറുക്കാൻ വരുമോടി എന്നും. ഇക്കാര്യത്തിൽ എനിക്ക് നിന്റെ അത്ര ചങ്കൂറ്റില്ലടാ മോനെ. എന്റെ പൊന്നു മോനെ, പ്രേമത്തിന് ചങ്കൂറ്റവും നട്ടലും ഒരു പ്രശ്നമല്ല. പ്രധാനമായും തൊലിക്കെട്ടിയ വെച്ചം കാച്ചിക്കണം. ഒരൊറ്റ വാര്യത്തിൽ അവരുടെ ഡെഫാലിനിട്ടത് പിടിക്കണം. എടാ, വിവാഹത്തിന് താലിയും മാലയും വേണം. അത് വാങ്ങിക്കാൻ പണം വേണം. അതിന് മാന്യമായി താലി കെട്ടിക്കൊണ്ടുവരാനുള്ള പണം ഉണ്ടായാലേ ഞാൻ പാർവതിയോട് കാര്യം പറയും. കാര്യം പറയലിലും ചൊറ പറയലിലും ഒരു കഥയില്ല. നീ അവളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും എഴുതിയിട്. തനിയെ ഇരിക്കുമ്പോൾ എന്നുമെന്നും അവൾക്ക് വായിക്കാനായി. എഴുത്തും വായനൊന്നും ഇപ്പൊ വേണ്ട. എല്ലാം പണം ഉണ്ടാക്കിയതിനു ശേഷം എങ്ങനെയെങ്കിലും ഞാൻ വിവാഹത്തിനുള്ള പണം ഉടനെ ഉണ്ടാക്കും, പാർവതിയെ സ്വന്തമാക്കാൻ. ശരി സാർ, ഞാൻ ചെയ്യാം. വെരി ഗുഡ്. എനിക്ക് തീരെ വയ്യ. സ്റ്റണ്ട് മാസ്റ്ററെയും അസിസ്റ്റന്റ് ഡയറക്ടറെയും ഞാൻ കൂടെ അയക്കാം. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ആ രംഗം ഭംഗിയായി ചിത്രീകരിച്ച് തിരിച്ചു വരാം. ശരി സാർ. ബെസ്റ്റ് വിഷസ്. പാർവതി, മുരുകൻ സാറിന്റെ പടത്തിൽ ഒരു ട്യൂബ് ഷോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നാളെ കൈലാസ് കോണയിലേക്ക് പോവുക. കൈലാസ് കോണയിലോ? വേണ്ട. എന്താ പാർവതി? കഴിഞ്ഞ വർഷവും അവിടെ സ്റ്റണ്ട് പാർട്ടിക്കാർ അപകടത്തിൽപ്പെട്ട് മരിച്ചതല്ലേ? പാർവതി, മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരല്ല ഞങ്ങൾ എന്ന് കരുതി ഇത്തരം റിസ്കി ഷോട്ടുകളൊന്നും ചെയ്യരുത് കൃഷ്ണേട്ടാ. ആ ഷോട്ട് ചെയ്താൽ 10,000 രൂപ തരാമെന്ന് മുരുകൻ സാർ സമ്മതിച്ചിട്ടുണ്ട്. പണത്തിന് വേണ്ടി മാത്രം ഭാഗ്യം പരീക്ഷിക്കരുത്. ആ പണം കെട്ടിയിട്ട് വേണം എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. Okay, fine. Good. Okay? Very good. അയ്യോ. കഴിഞ്ഞു സാറേ. ചാൽക്കാമോ സാർ? റണ്ണിങ് ആക്ഷൻ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. കറേജ്. വാസു, റഹീം, വരൂ. ആ എടാ റഹീമേ, ഈ കണക്കിന് നിന്റെ കയ്യിൽ ഒറിജിനൽ കിട്ടിയിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ആ, അടുത്തത് റിസ്കി ഷോട്ട്, ജമ്പ്. മാസ്റ്റർ റെഡി? ഓക്കെ, ഞങ്ങളൊക്കെ റെഡി. പക്ഷേ ഒരു ക്ലോസപ്പ് എങ്കിലും ഹീറോയിനെ വെച്ചെടുക്കണ്ടേ? അയാൾ കാശ്മീരില്ല, 10-ാം തീയതി വരൂ. 9-ന് നമുക്ക് പടം റിലീസ് ചെയ്യണ്ടേ? എന്ത് ചെയ്യാനാ? സൂപ്പർ താരങ്ങളുടെ ഫൈറ്റ് ഡൂപ്പിനെ വെച്ച് മാത്രമേ എടുക്കാൻ സാധിക്കൂ. എങ്ങനെയെങ്കിലും തീർത്തിട്ട് വരാനാ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. 4-5 ക്ലോസപ്പ് നമുക്ക് മഴ സീസൺ എടുക്കാം.
ആരാ ചാടുന്നത്? ആരും സമ്മതിച്ചില്ല, പക്ഷേ കൃഷ്ണനാണ് ഇപ്പൊ സമ്മതിച്ചിരിക്കുന്നത്. ഞാനൊരു മാസ്റ്റർ. ഓക്കെ ഓക്കെ, ക്യാമറ മാസ്റ്റർ റെഡി? ഓക്കെ കൃഷ്ണൻ, ബെസ്റ്റ് ഓഫ് ലക്ക്. സൈലൻസ്. ഓ കറക്റ്റ്, ടൈമായല്ലോ. എല്ലാവരും വരൂ, ബെറ്റൊക്കെ എല്ലാവരും കൊണ്ടിടൂ. ഇങ്ങോട്ട്. കൃഷ്ണ റെഡി? സൈലൻസ്. ഓക്കെ 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 ഓക്കെ. കൃഷ്ണ റെഡിയാണോ? റെഡി. ക്യാമറമാൻ സർ റെഡി? റെഡി റെഡി റെഡി. ക്യാമറ റണ്ണിംഗ്. റണ്ണിംഗ്. ആക്ഷൻ. സൂക്ഷിച്ചേ. ഇതാ എന്റെ സമ്മാനം. ഈ പണം നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ചെലവാക്കാവൂ. മദ്യപിച്ച് വെറുതെ കളയരുത്. നിങ്ങൾ ഫയറ്റേഴ്സിനൊക്കെ ഉള്ള ഒരു അസുഖമാണല്ലോ ഈ മദ്യപാനം. സാർ, ഈ പണം ഞാൻ ഒരു നല്ല കാര്യത്തിന് ചെലവാക്കും. ഞാൻ വിവാഹിതനാകാൻ പോവുകയാണ്. ആഹാ, ആരാ പെൺകുട്ടി? പാർവതി. എന്റെ വീടിനടുത്തുള്ള ഭാർഗവി ടീച്ചറിന്റെ മകളാ. ടീച്ചർ മരിച്ചുപോയി. പാർവതിക്ക് ആരുമില്ല. കൃഷ്ണന്റെ മനസ്സ് വളരെ വലുതാണ്. പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ? വെരി ഗുഡ്. എന്നാൽ ഞാൻ മറ്റൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത ചിത്രത്തിലെ നായകൻ കൃഷ്ണനായിരിക്കും. പുതുമുഖം കൃഷ്ണദാസ്. സാർ? യെസ്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൊമേഴ്സ്യൽ സിനിമയ്ക്ക് നിങ്ങളെപ്പോലെയുള്ള ധീരന്മാരായ യുവാക്കളെയാണ് ആവശ്യം. ഗുഡ് ലക്ക്. വിവാഹത്തിന് എന്നെ അറിയിക്കണം. തീർച്ചയായും. എന്ത് വേണം സാർ? ഒരു താലിയും ചെയിനും വേണം. എത്ര പോവാൻ? 2.5. ഇത് മതിയോ സാർ? Thank you.
ശ്രീദേവിയായി ഒരുങ്ങി നീ വരൂ, ശ്രീശൈല നന്ദിനിയായി ചൊടികളിൽ ശ്രാവണ പൂവുകൾ ചൂടി ശ്രീലകവാതിൽ തുറന്നു വരൂ, ശ്രീദേവിയായി എന്റെ ശ്രീദേവിയായി. പള്ളിയറമേഞ്ഞു തരാം, പത്മരാഗമാല തരാം, ചെഞ്ചൊടി പൂക്കളിൽ ഉമ്മ തരാം. പള്ളിയറമേഞ്ഞു തരാം, പത്മരാഗമാല തരാം, ചെഞ്ചൊടി പൂക്കളിൽ ഉമ്മ തരാം. പച്ചിലക്കൂട് കൂട്ടി കൂട്ടിലുഞ്ഞാലു കെട്ടാൻ വാകുരുവി വരുകുരുവി. ശ്രീദേവിയായി എന്റെ ശ്രീദേവിയായി, ശ്രീദേവിയായി ഒരുങ്ങി നീ വരൂ, ശ്രീശൈല നന്ദിനിയായി ചൊടികളിൽ ശ്രാവണ പൂവുകൾ ചൂടി ശ്രീലകവാതിൽ തുറന്നു വരൂ, ശ്രീദേവിയായി എന്റെ ശ്രീദേവിയായി. പൊന്നേലസണിഞ്ഞ് പവിഴക്കൊലുസണിഞ്ഞ് ആലിലയരഞ്ഞാണ് നൂലണിഞ്ഞ്, പൊന്നേലസണിഞ്ഞ് പവിഴക്കൊലുസണിഞ്ഞ് ആലിലയരഞ്ഞാണ് നൂലണിഞ്ഞ് കുടമുല്ല പന്തലിലെത്തി പന്തലിൽ അന്തിയുറങ്ങാൻ വാകുരുവി വരുകുരുവി. ശ്രീദേവിയായി എന്റെ ശ്രീദേവിയായി, ശ്രീദേവിയായി ഒരുങ്ങി നീ വരൂ, ശ്രീശൈല നന്ദിനിയായി ചൊടികളിൽ ശ്രാവണ പൂകൾ ചൂടി ശ്രീലകവാതിൽ തുറന്നു വരൂ, ശ്രീദേവിയായി എന്റെ ശ്രീദേവിയായി. അവനെത്തിയിട്ടുണ്ട്. എടാ ശിവജി, എവിടെ കയറിയും ചൂണ്ടയിടാൻ ഈ റഹീം ആളൊരു മിടുക്കനാ. എന്തോന്ന് ചൂണ്ട? നീ കാര്യം തെളിച്ചോടാ. അല്ല, അവൻ പറഞ്ഞിട്ടാണേ നമ്മൾ പാർവതിയോട് പിണങ്ങിയത്. എന്നിട്ടിപ്പോ അവനോ? അതാ അവന്റെ മിടുക്ക്. കൃഷ്ണനെ പോലെ അവനും കാര്യം സാധിച്ചു കളഞ്ഞു. ഇപ്പോഴവനും അവിടുത്തെ പറ്റുകാരനാ. ആ, ഒരു കാലത്താ ഭാഗ്യം നമുക്കും വരില്ലെന്ന് ആര് കണ്ടു? എന്താണ് പറഞ്ഞത്? പറയാൻ പാടില്ലാത്തതൊന്നും അല്ല, ഞങ്ങൾക്കൊരു പറഞ്ഞേ. ഒരു മോഹം പാർവതിയെ നിന്റെ ഒരു
നേരമായിരുന്നോ ഞാൻ കൃഷ്ണേട്ടനെ കാത്തു നിൽക്കുന്നു. എന്താ പാർവതി? എനിക്കൊരു പ്രധാന കാര്യം കൃഷ്ണേട്ടനോട് പറയാനുണ്ട്. എങ്ങനെ പറയണമെന്നറിയാതെ ഇത്രയും നാളും ഞാനത് ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എനിക്കറിയാം. എങ്ങനെ അറിഞ്ഞു? പാർവതിയുടെ മനസ്സ് മറ്റാരേക്കാളും എനിക്കറിയാം. ഇതുവരെ ഞാനിത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്ക് ആശ്വാസമായി. വരൂ കൃഷ്ണേട്ടാ. മോഹനേട്ടാ, ഇതാണ് കൃഷ്ണേട്ടൻ. അറിയില്ലേ? ഒരു തവണ സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. മോഹനേട്ടൻ സ്കൂളിലെ അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്ററാണ്. ഇരിക്കൂ. പാർവതി എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ഞങ്ങൾ തമ്മിൽ കൃഷ്ണേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഞങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട്. നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരാം. എനിക്ക് മോഹങ്ങളില്ലായിരുന്നു. എന്നാലും എല്ലാ ചെറുപ്പക്കാരെ പോലെയും ഞാനും മോഹിച്ചു. ഒരു പെൺകുട്ടി, പാർവതി. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി ഒന്നേ ഉള്ളൂ സാർ, എന്റെ പാർവതി. ഉയരങ്ങളിലേക്ക് പറന്നു പറന്നു പോകുമ്പോഴും എന്റെ കണ്ണുകൾ പാർവതിയെ തിരികെയായിരുന്നു. ഞാൻ സ്നേഹിച്ച പെൺകുട്ടി, അവൾ ഇന്ന് എന്നെ തേടി വന്നിരിക്കുന്നു സാർ. എല്ലാം എനിക്കറിയാമല്ലോ. ഡോണ്ട് ബി സോ സെന്റിമെന്റൽ. ആട്ടെ, പാർവതി എന്തിനാ വന്നത്? അറിയില്ല സാർ, ചോദിക്കണം. ഇന്നത്തെ ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്യണം. നാളെ മറ്റന്നാളായി ഞാൻ വർക്ക് ചെയ്ത് തീർത്തോളാം. എനിക്ക് പാർവതിയോട് അല്പം. ദാറ്റ്സ് ഓൾ റൈറ്റ്. ദാസിന്റെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റഹീം നാളെ ഔട്ട്ഡോർ പോവുകയാണെന്ന് തോന്നുന്നു. ഏതായാലും ദാസിന്റെ കോഴ്സിട്ട് റഹീം തെറ്റിക്കില്ല. ഞാൻ സംസാരിക്കാം. ദാസ് പോയി പാർവതിയോട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
പാർവതി, മോഹൻ എവിടെ? ഞങ്ങളുടെ സുഖവും സന്തോഷവും കണ്ടപ്പോ ദൈവത്തിന് സഹിച്ചിട്ടുണ്ടാവില്ല. എന്താ പാർവതി? കല്യാണം നടത്തി തന്നതിന് ശേഷം കൃഷ്ണേട്ടൻ സ്ഥലം വിട്ടതല്ലേ? 7-ാം ദിവസം മോഹനേട്ടന് നാട്ടിലെ കോളേജിൽ ജോലി കിട്ടി. ഞാൻ ജോലി രാജിവെച്ച് മോഹനേട്ടന്റെ നാട്ടിലേക്ക് പോയി. എല്ലാം എന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് മോഹനേട്ടൻ പറഞ്ഞു. പക്ഷേ അവിടെ എന്റെ നിർഭാഗ്യം തുടങ്ങുകയായിരുന്നു. മോഹനേട്ടൻ കോളേജിൽ ജോയിൻ ചെയ്തു. ഒരു ദിവസം മോഹനേട്ടന്റെ പിറന്നാളായിരുന്നു. അമ്പലത്തിൽ പോയി വരുമ്പോൾ മോഹനേട്ടൻ, എന്റെ മോഹനേട്ടൻ ആക്സിഡന്റിൽ പണക്കാരന്റെ വീട്ടിലേക്ക് കയറി ചെന്ന ഒരു പാവം പെണ്ണ് വിധവയായാൽ പിന്നീടുള്ള ജീവിതം ഞാൻ പറയണോ കൃഷ്ണേട്ട? അവിടെ ഞാനൊരു അധികപ്പറ്റായി. കരയല്ലേ പാർവതി? എല്ലാം സത്യം. ഞാനിവിടെ ജീവിച്ചു. ഒടുവിൽ എനിക്ക് അവിടം വിട്ടൊരേണ്ടി വന്നു. ഒരു കത്ത് എനിക്ക് എഴുതാമായിരുന്നില്ലേ? കൃഷ്ണന്റെ അഡ്രസ്സിൽ എഴുതി കത്ത് മടങ്ങി വന്നു. എനിക്ക് അഭയം തരാൻ മറ്റാരുമില്ല ചേട്ടാ. ജീവിക്കാൻ കൊതിയുണ്ടായിട്ടല്ല, ആത്മഹത്യ ഭീരുത്വമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരൂ കൃഷ്ണേട്ടാ. പാർവതിക്ക് ഞാനൊരു ജോലി തരാം. ഇവിടുത്തെ ജോലി പാർവതിക്ക് ഇഷ്ടാവോ ആവോ? കൃഷ്ണേട്ടൻ തരുന്ന ഏത് ജോലിയും സ്വീകരിക്കാൻ എനിക്കിഷ്ടമാണ്. ഒട്ടേറെ ജോലികൾ കാണും. ഇട്ടെറിഞ്ഞിട്ട് പോകരുത്. ഇല്ല കൃഷ്ണേട്ടാ. തീർച്ച? തീർച്ച. എങ്കിൽ വരും. എനിക്ക് മോഹങ്ങളില്ലായിരുന്നു. അതുകൊണ്ടാവാം ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഉയരത്തിലേക്ക് എത്തിച്ചേർന്നു. എന്റെ മനസ്സ് ദുർബലമാണ്. ഇനിയൊരു വേദന താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ടാണ് എന്ത് ജോലി എന്നാലും സ്വീകരിക്കാമെന്ന് ഞാൻ പാർവതിയെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത്. മോഹൻ പാർവതി വീട്ടിൽ വന്ന ദിവസം 10,000 രൂപ ഒരു പ്രൊഡ്യൂസർ എനിക്ക് ഗിഫ്റ്റ് തന്നു. കൃഷ്ണേട്ടാ, വരൂ. ഇതാ കാലിമാൻ. പാർവതിക്ക് ഞാൻ തന്റെ ജോലി എന്താണെന്ന് മനസ്സിലായില്ലേ? കുടമുല്ല പന്തലിലെത്തി പന്തലിൽ അന്തിയുറങ്ങാൻ വാകുരുവി വരു കുരുവി.